ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ഗീതാ മോഹനൻ, മലപ്പുറം ജില്ലയിലെ തിരൂരിൽ നിന്ന് സംസാരിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു ഗ്ലോബൽ സിഇഒയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അത്തരത്തിൽ വിജയിക്കാൻ വേണ്ടിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഈ ഗ്ലോബൽ സിഇഒ. അപ്പൊ ഈ ഗ്ലോബൽ സിഇഒയിലേക്ക് ഇന്ന് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും, പുതിയതായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നിങ്ങൾ ഇവിടെ കേൾക്കാൻ പോകുന്നത് അത്രയും മനോഹരമായിട്ടുള്ള ഒരു അവസരമാണ്. ഈ അവസരത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പൊ ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു അവസരം നമുക്ക് പറഞ്ഞു തരാൻ വരുന്ന വ്യക്തി മറ്റാരുമല്ല, ഈ ഒരു ഓപ്പർച്യൂണിറ്റി അത്രയും പാഷനേറ്റ് ആയിട്ട് കണ്ട് അതിനെ അത്രയും നെഞ്ചോട് ചേർത്ത് അതിൽ വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അത് തിരൂരിന്റെ സ്വന്തം RK തിരൂർ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇന്നത്തെ ഒരു സെഷൻ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അദ്ദേഹം ഒരു വെൽനസ് ഓൺടർപ്രണർ കൂടിയാണ്. അത് എല്ലാവരിലേക്കും ആരോഗ്യം അതേപോലെ തന്നെ സമൃദ്ധി എത്തിക്കുക എന്നുള്ള ഒരു ജീവിത ഒരു തപസ്യായിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് അദ്ദേഹത്തെ ഇവിടെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. വെൽക്കം RK. ഓക്കെ, താങ്ക് യു ഗീത മാം. സൗണ്ട് ഓഡിബിൾ ആണോ? തീർച്ചയായിട്ടും വീഡിയോ ഓക്കെ ആണല്ലോ അല്ലേ? താങ്ക് യു. ഓക്കെ, ഗീത മാം വളരെ നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നാലും ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. മൈസെൽഫ് RK ഫ്രം തിരൂർ. ബേസിക്കലി ട്രഡീഷണൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് മഹത്തരമായ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടുള്ള ഭാഗ്യം കിട്ടിയത്. കാരണം നമ്മളെല്ലാവരും ഇന്ന് സമ്പത്തിന്റെ പുറകെയുള്ള ഓട്ടത്തിലാണ്. ഞാനും ആ ഒരു കാഴ്ചപ്പാടോട് കൂടി ഓടി. ഒരു മേഖല അല്ല, 3 മേഖല ഒരുമിച്ച് റൺ ചെയ്തിരുന്നു. അതിന് പൈസ കിട്ടിക്കൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു. ആ സമയത്താണ് വിന്നിറ്റ് എന്നുള്ള ഈ ഓർഗനൈസേഷൻ പരിചയപ്പെടാനുള്ള ഭാഗ്യം കിട്ടിയത്. പിന്നീട് അത് പരിചയപ്പെട്ടതോടുകൂടി എന്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും അതോടൊപ്പം സാമ്പത്തികമായ പ്രശ്നങ്ങളിലേക്കുള്ള ഒരു കുരിശിട്ടായി മാറിയത്. ഇന്ന് പാഷനായി ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇന്ന് ലോകത്തില് ഇന്ന് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമ്പത്തിന് വേണ്ടി പണിയെടുക്കും, കുറെ കഴിയുമ്പോൾ ആരോഗ്യം നഷ്ടപ്പെടും, പിന്നെ ആരോഗ്യ സമ്പത്തും തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. അതുകൊണ്ട് ജീവിതം ആസ്വദിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ വിന്നിറ്റ് ടീം എന്നെ ശരിയായ രീതിയിൽ എങ്ങനെയാണ് ജീവിതം ആസ്വദിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ, അതിനുവേണ്ട ഘടകങ്ങൾ എന്തെല്ലാം എന്നത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നുകൊണ്ടാണ്. അതോടൊപ്പം ഈ ഒരു മേഖലയുടെ പ്രാധാന്യം മനസ്സിലായി വളരെ പാർട്ട് ടൈം ആയിട്ടാണ് ഈ ഒരു മേഖല ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, ചെയ്യുന്ന ജോലിയുടെ കൂടെ. എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി, ഈ ഒരു അവസരം കാണിച്ചു തന്നത് എന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ചെറിയമേളമാനായിട്ടുള്ള അനീഷ് ചെമ്പ്ര ആൻഡ് രഞ്ജിത അനീഷ് ഫാമിലിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി. കാരണം അവരുടെ ആ ഒരു ഉദ്യമമാണ് ഇന്ന് എന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചിട്ടുള്ളത്. ഞാൻ ഈ വരുന്ന സമയത്ത് ഇത്തരത്തിൽ യാതൊരുവിധ അറിവോ കഴിവോ ഉള്ള ഒരു വ്യക്തി ആയിരുന്നില്ല. പക്ഷെ വിന്നിറ്റ് എന്നുള്ള ഓർഗനൈസേഷനാണ് എന്റെ ഉള്ളിലെ പൊട്ടൻഷ്യൽ പുറത്തു കൊണ്ടുവന്നത്. ഇന്നിപ്പോ ഗീതാമ ഇൻട്രൊഡ്യൂസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വിന്നിറ്റ് ടീമിനേറ്റും അതോടൊപ്പം തന്നെ ഇന്ന് വിന്നിറ്റ് ടീമിനെ നയിച്ചുകൊണ്ടിരുന്ന കുറച്ച് ലീഡർഷിപ്പ് ഉണ്ട്. അവരുടെ കൂടെ ഈ കൂട്ടായ്മയാണ് ഇതിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പൊ എന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന, ഇതിലൂടെ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ വരുത്തുന്ന ഈ ഒരു വിന്നിറ്റ് ടീം തരുന്ന ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് ഒരു സ്ലൈഡിന്റെ സഹായത്തോടു കൂടി ഞാൻ നിങ്ങളിൽ എത്തിക്കുകയാണ്. ഓക്കെ, സ്ക്രീൻ വിസിബിൾ ആണല്ലോ അല്ലേ ഗീത മാം? ഓക്കെ, ഇവിടെ വിന്നിറ്റ് ടീമിന്റെ ടീം ഓഫ് ചാമ്പ്യൻ. ഞാൻ പറയാൻ പോകുന്ന ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ വർഷങ്ങൾക്ക് മുമ്പേ എത്തുകയും അതോടൊപ്പം ഈ ഒരു ഓർഗനൈസേഷനെ കണക്ട് ചെയ്തുകൊണ്ട് ഇതിലൂടെ വളരെ മാസ്മരികമായ വിജയം കൈവരിച്ചിട്ടുള്ള ഒരുപാട് പ്രതിഭകളുടെ കൂട്ടായ്മയാണ് വിന്നിറ്റ് ടീം. ഇന്ന് വിന്നിറ്റ് ടീം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടുന്ന ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. ഇന്ന് പല ആളുകളും രക്ഷപ്പെടുക വേണ്ട ഒരു അവസരം കിട്ടാത്തതുകൊണ്ടാണ്. അധ്വാനിക്കാനെല്ലാം അവർ തയ്യാറാണ്, പക്ഷെ അതിന് പ്രാപ്തമായ ഒരു അവസരം കയ്യിൽ കിട്ടാത്തതുകൊണ്ടാണ്. ആ വിന്നിറ്റ് നമ്മൾക്ക് ഇവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു അവസരം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൂടെ വിജയിക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ്ങും മെന്റർഷിപ്പും സപ്പോർട്ടും ഗൈഡൻസ് ഒക്കെ തരുന്നുണ്ട്. ഉദ്ദേശം ഒന്നേ ഉള്ളൂ, സക്സീഡ് ഇൻ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് വിന്നിറ്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ആദ്യം സക്സസ് എന്താണെന്നുള്ളത് നമ്മൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കണം. പല മേഖലയിലും സക്സസിന് പല മാനദണ്ഡങ്ങളാണ്. ഇപ്പൊ ഒരു ഫുട്ബോൾ മത്സരം നടക്കുകയാണെങ്കിൽ
അവിടെ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്യുന്ന ടീമാവും വിജയിക്കുന്നുണ്ടാവുക. എന്നാൽ നമ്മളൊരു ഹൈ ജമ്പ് മത്സരം നടക്കുകയാണെങ്കിൽ ഫൗളില്ലാതെ ഏറ്റവും ഹൈറ്റിലേക്ക് ചാടുന്ന വ്യക്തിയാവും. അത് ഒരു ഓട്ട മത്സരമാണെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് ആ ദൂരം ഓടിയെത്തുന്ന വ്യക്തിയാവും വിജയിക്കുന്നുണ്ടാവുക. പല മേഖലയിലും വിജയത്തിന് പല പാരാമീറ്ററുകളാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിത വിജയത്തിന്റെ പാരാമീറ്റർ എന്താന്നുള്ളത് ചോദിച്ചാൽ പല ആളുകൾക്കും അറിയുന്നുണ്ടാവില്ല. എനിക്കറിയില്ലായിരുന്നു. വിനി ടീമാണ് ശരിക്കും എന്നെ അത് ശരിക്ക് മനസ്സിലാക്കി തന്നതും അത് നേടിയെടുക്കാനുള്ള ആ ഒരു ഡ്രൈവ് തന്നതൊക്കെ. അതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയ ഒരു സാധനം സമയം എന്നുള്ളത്. സമയം വളരെ പല ആളുകളും ആരോഗ്യവും സമ്പത്തൊക്കെ നേടിയെടുക്കും. അത് ആസ്വദിക്കാനുള്ള സമയം ഇല്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. അതോടൊപ്പം മണി എന്നുള്ള ഫാക്ടർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പണം നമ്മള് ഹെൽത്തും ഉണ്ട് സമയവും ഉണ്ട്. പക്ഷെ അത് ആസ്വദിക്കാനുള്ള പൈസ നമ്മളെ ഇല്ലെങ്കിൽ അതും ഒരു സക്സസ് എന്ന് പറയാൻ പറ്റില്ല. അതെല്ലാം നമ്മൾ സമയവും പൈസയും ഉണ്ട്, നമുക്ക് ആസ്വദിക്കാനുള്ള ആരോഗ്യം ഇല്ലെങ്കിലോ അതും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഇത് മൂന്നും നമ്മൾക്ക് ജീവിത വിജയത്തിന് അടിസ്ഥാനമായ ഘടകങ്ങളാണ്. അതിന്റെ കൂടെ തന്നെ സെക്യൂരിറ്റി എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സുരക്ഷിതത്വം കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായി. ഇന്ന് നമ്മൾ ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് ഇത്തരം കാര്യങ്ങൾ എല്ലാം നേടിയെടുത്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അല്ലെങ്കിൽ ആ ജോലി ചെയ്യാൻ പറ്റിയ സാഹചര്യം വന്നാൽ പിന്നെ അവിടെ മുതൽ സ്ട്രഗിൾ ആണ്. അപ്പൊ ശരിയായ രീതിയിൽ സുരക്ഷിതത്വം കൂടി നമ്മൾക്ക് ഇവിടെ അഡീഷണൽ ആയിട്ട് കിട്ടുന്നതാണ്. നമുക്ക് എടുക്കുന്ന ആ ലൈഫ് സ്റ്റൈലിനും സക്സസിനും ഒക്കെ ഒരു സ്ഥിരത ഉണ്ടാവും. നമ്മളെ കാലശേഷം അതേ ലൈഫ് സ്റ്റൈലോട് കൂടി നമ്മൾ അടുത്ത തലമുറയും ജീവിക്കാൻ പ്രാപ്തമാവുന്നുണ്ടാവും. അതാണ് ഇതിന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ പാർട്ട്. ഞാൻ വെച്ചു ഇന്ന് പല വ്യക്തികളെ നമ്മളെ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 20 വയസ്സ് വരെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ലൈഫിൽ ഈ 3 ഫാക്ടറുകൾ ഉണ്ടാവുന്ന ചെക്ക് ചെയ്ത് നോക്കാം. അദ്ദേഹത്തിന് അതൊരു ഏണിംഗ് മെമ്പർ അല്ലാത്തതിനാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ മണി ഉണ്ടാവില്ല, പൈസ ഉണ്ടാവില്ല. എന്നാലോ സമയവും ആരോഗ്യം ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരു ആസ്വാദകമായ സക്സസ്ഫുൾ ലൈഫ് എന്ന് പറയാൻ സാധിക്കുമോ? ഒട്ടും സാധിക്കൂല. എന്നാൽ ഒരു ജോലി കിട്ടി കഴിഞ്ഞാലോ ഒരു 20 മുതൽ 50-60 വയസ്സ് വരെയുള്ള അതെന്താണ് ആ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഓട്ടമാണ്. പിന്നെ അത് പല പ്രൈവറ്റ് ആയിക്കോട്ടെ ഗവൺമെന്റ് ആയിക്കോട്ടെ പിന്നെ ഒരു അതുമായി ബന്ധപ്പെട്ട ഓട്ടമാണ്. ഒന്നിനും സമയമില്ല എന്നുള്ള കണ്ടീഷനാണ് പിന്നെ നമ്മൾ പറയാം. ചിലപ്പോൾ പൈസ ഉണ്ടാവും, ഹെൽത്ത് ഉണ്ടാവും, സമയം ഉണ്ടാവില്ല നമുക്ക് അവിടെ. അത് കഴിഞ്ഞ് റിട്ടയർമെന്റിലേക്ക് പോയാലോ നമ്മൾ നല്ല രീതിയിൽ ആ പൈസ വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിട്ടയർമെന്റിന് ശേഷം പൈസ ഉണ്ടാവും, അതോടൊപ്പം സമയവും ഉണ്ടാവും. പക്ഷെ അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യമാണ്. അവിടെ അപ്പൊ ഇന്നത്തെ ഒരു നമുക്ക് ജീവിത രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ആരോഗ്യം നഷ്ടപ്പെടാൻ റിട്ടയർമെന്റ് വരെ ഒന്നും പോകണ്ട. ഇന്ന് 30, 35, 20 വയസ്സ് തന്നെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് നേടിയെടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാലഘട്ടത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വിന്നിംഗ് ടീം ഇവിടെ അതിനെ ശരിയായ രീതിയിൽ ലഘൂകരിച്ച് നമ്മളെ കൈകളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുവേണ്ടി വിന്നിംഗ് ടീം നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. ഷോർട്ട് ഫോം ആണ് CEO. നമ്മൾ ജനനം മുതൽ മരണം വരെ കൺസ്യൂമേഴ്സ് ആണ്. ജനിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ അറിയുന്നില്ല, അതേപോലെ മരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളും നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമല്ല ബാക്കിയെല്ലാം നമ്മൾ അറിയുന്നുണ്ട്. എങ്കിലും നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സ് ആണ്. കൺസ്യൂമർ ആയിക്കൊണ്ട് ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പൂർവികരുടെ ജീവിതത്തിലും മാറ്റം വന്നിട്ടില്ല, നമ്മുടെ ജീവിതത്തിലും മാറ്റം വന്നിട്ടില്ല. പക്ഷെ ഇവിടെ വിന്നിംഗ് ടീം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഈ കൺസ്യൂമർ എംപവറിന്റെ ഓപ്പർച്യൂണിറ്റി നമ്മുടെ ജീവിതത്തിൽ ആ സക്സസ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ പാർട്ട്. എങ്ങനെയാണ് നിങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു കൺസ്യൂമർ എംപവറിന്റെ ഓപ്പർച്യൂണിറ്റി നമുക്ക് വിഭാവനം ചെയ്യുന്നത്? ഇന്ന് നിങ്ങൾ ഒരു സക്സസ്ഫുൾ ആയ വ്യക്തിയുടെ ലൈഫിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹം ശരിയായ രീതിയിൽ ആസ്വദിക്കുന്നുണ്ടാവും. നമ്മൾക്ക് ഇനി ജീവിതത്തിൽ ഇത്തരത്തിൽ ആസ്വദിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. ഒന്ന്, ഒരു ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം നമുക്ക് വേണം, അല്ലെങ്കിൽ ഒരു സുരക്ഷിതത്വം നമുക്ക് വേണം. പൈസ ഒന്നിനും തടസ്സമില്ലാത്തൊരു കണ്ടീഷനിലേക്ക് പോവുക എന്നുള്ളത് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ചെയ്യുന്ന ജോലിയോ വരുമാനോ അതിന് പ്രാപ്തമല്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു ബെറ്റർ ഹൗസ്. നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് 2 രീതിയിൽ വീടുകൾ ഉണ്ടാവും. ഒന്ന് ആഗ്രഹിക്കുന്ന വീടുണ്ടാവും, താമസിക്കുന്ന വീടുണ്ടാവും. നമുക്ക് ആഗ്രഹിച്ച വീട്, ഒരു വിജയിച്ച സക്സസ്ഫുൾ ആയ വ്യക്തിയുടെ വീട് അത്തരത്തിലാവും. അത് അദ്ദേഹം സഞ്ചരിക്കുന്നത് ആ ഒരു സക്സസ്ഫുൾ പേഴ്സൺ സഞ്ചരിക്കുന്ന വാഹനം നമ്മളെല്ലാവരും കൊതിക്കുന്ന വാഹനമാവും. അപ്പോ നിങ്ങൾക്ക് അത്തരത്തിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഇതിനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. വേൾഡ് ട്രിപ്പ്, അവര് ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകുന്നത് എവിടെ ആവും? നമ്മൾ ഊട്ടി കൊടൈക്കനാൽ മറ്റു കാര്യങ്ങളിലാണെങ്കിൽ അത് നമ്മളെ ആ ഒരു പൈസയാണ് അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ തീരുമാനിക്കുക. ചിലപ്പോൾ സമയത്തിന് അടിസ്ഥാനമാക്കിയിട്ടാവും, ചിലപ്പോൾ ജോലിയിൽ നിന്ന് ലീവ് എടുത്തിട്ടാവും പോകുന്നുണ്ടാവുക. അതോടൊപ്പം നമ്മളെ ആ ഒരു പൈസ സേവ് ചെയ്തിട്ട് നമ്മൾ പോകുന്നുണ്ടാവുക. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ചെറിയ ലൊക്കേഷനൊക്കെ സെലക്ട് ചെയ്യും. പക്ഷെ സക്സസ്ഫുൾ ആയ ആളുകൾ അവർ ഡിസൈൻ ചെയ്യുന്നത് അവരെ മക്കൾക്കോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്ക് എവിടേക്കാണ് പോകേണ്ടത് താല്പര്യം അവർ ചോദിക്കും, അതിനനുസരിച്ച് അവർ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അത് ശരിയായി സെലിബ്രേറ്റ് ചെയ്ത് വരുന്നുണ്ടാവും. അപ്പൊ അത്തരത്തിലൊരു മോട്ടീവ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും.
അതല്ല നമുക്ക് ഒരു EMI ഡെപ്റ്റ് ഫ്രീ ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്കതിവിടെ സാധിക്കുന്നുണ്ടാവും. ഇന്ന് ഇത്തരത്തില് ആ ഒരു ലൈഫ് അവർ ഏൺ ചെയ്യുന്ന ആളുകളാണ്, സക്സസ്ഫുൾ ആയ ആളുകൾ. അപ്പൊ നമുക്കത് വേണമെങ്കിൽ നമുക്ക് അതിനായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം സോഷ്യൽ റെക്കഗ്നേഷൻ, സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടുക എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അത് നമ്മൾക്ക് ഇവിടെ സാധിക്കുന്നുണ്ടാവും. ആ സക്സസ്ഫുൾ പേഴ്സൺസിനാണ് അംഗീകാരം കിട്ടുന്നത്. ശരിയല്ലേ? ഇപ്പോ MA യൂസഫ് അലി എന്നുള്ള വ്യക്തി നിങ്ങളിപ്പോ തൃശ്ശൂർ ടൗണിലോ അല്ലെങ്കിൽ മലപ്പുറം ടൗണിലോ വന്നിറങ്ങിയാൽ ചിലപ്പോൾ ആരും അറിഞ്ഞോളന്നില്ല. പക്ഷേ യൂസഫ് അലിയോ അത്തരത്തിൽ ആളുകൾ വന്നിറങ്ങിയാലോ അവിടെ ജനസാഗരായി മാറുന്നുണ്ടാവും. ഒരു റെക്കഗ്നേഷൻ, ഒരു അംഗീകാരം അവിടെ കിട്ടുന്നുണ്ട്. ശരിയല്ലേ? നെക്സ്റ്റ്, ബെറ്റർ എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ. കുട്ടികളെ അവർ നല്ല രീതിയിൽ അവർ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് പഠിപ്പിക്കുന്നുണ്ടാവും. അതിലൂടെ അവർ ഉയർത്തുന്നുണ്ടാവും. നമ്മളോ ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ശരിയായ രീതിയിലേക്ക് നമ്മൾക്ക് പറ്റുന്ന രീതിയിലേക്ക് അവരെ പഠിപ്പിച്ചു കൊണ്ടുപോകുന്നുണ്ടാവും. ഞാനിതൊന്നും മോശമല്ല പറഞ്ഞത്, നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ ഫുൾഫിൽ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ ഈ ഓപ്പർച്യൂണിറ്റിയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ പാർട്ട്. അതോടൊപ്പം ക്വാളിറ്റി ടൈം വിത്ത് ഫാമിലി, കുടുംബത്തോടൊപ്പം ആ സമയവും ആരോഗ്യവും ഒക്കെ ഉള്ള സമയത്ത് ആ കുടുംബത്തോടൊപ്പം മാക്സിമം ആ സമയം നല്ല രീതിയിൽ എൻജോയ് ചെയ്യുക എന്നുള്ളത്. ചാരിറ്റി, ഇന്ന് ഏറ്റവും കൂടുതൽ ചാരിറ്റി ചെയ്യുന്ന സക്സസ്ഫുൾ ആയ ആളുകളാണ്. നമുക്ക് ഫ്ലഡും ഇതൊക്കെ വന്ന സമയത്ത് നമ്മൾ എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നാൽ യൂസഫ് അലിയെ പോലുള്ള വിജയിച്ച ആളുകൾ, സക്സസ്ഫുൾ ആയ ആളുകൾ, കോടികളാണ് അവര് ആ ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ളത്. അത് വലിയ രീതിയിലല്ല, നമ്മളെ വീടിനടുത്തുള്ള പല കല്യാണങ്ങളോ പല കാര്യങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നതും അത്തരത്തിലൊക്കെ നമുക്കൊരു ചാരിറ്റി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇവിടെ മാറ്റി മറിയാൻ സാധിക്കും. അതോടൊപ്പം ലീവ് എ ലെഗസി, നമുക്കൊരു ലെഗസി ആയി മാറാൻ സാധിക്കും. ആളുകൾ നല്ല രീതിയിൽ ഓർക്കത്തക്ക രീതി, നമ്മൾ ഏതൊരു വ്യക്തിയും കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ മൺമറഞ്ഞു പോകും. മൺമറഞ്ഞു പോയാലും ഓർക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ചെയ്തു വെക്കുക എന്നുള്ളത് നമുക്കൊരു ബ്രേക്ക് ദ ചെയിൻ എന്ന് പറയാം. അത് രണ്ട് രീതിയിൽ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുക. ഇന്ന് നമ്മൾ അസുഖമായി ബന്ധപ്പെട്ട് പല പാരമ്പര്യം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം പല ബാധ്യതകളും പാരമ്പര്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മളെ പൂർവികര അല്ല നമ്മൾ പൂർവികരെ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇത്തരത്തിൽ നമ്മളെ രണ്ട് തലമുറ കഴിഞ്ഞാൽ അവരും നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു കണ്ടീഷനാണ്. അപ്പൊ ഇവിടെ ശരിയായ രീതിയിൽ ഒരു സിഗ്നിഫിക്കന്റ് ആയ ലൈഫ് നമുക്ക് പാരമ്പര്യമായിട്ട് കൊടുക്കാൻ സാധിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഒരു ലെഗസിയായി മാറാൻ നമുക്കിവിടെ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ CEO ഇതൊക്കെ നൽകുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട ഇതൊക്കെ നമ്മൾക്ക് ഇത് എന്താണ് വേണ്ടതെന്നുള്ളതാണ്. ഇവിടെ വിന്നിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ യോഗ്യത തടസ്സമല്ല, അത് ചോദിക്കുന്നില്ല. സാമ്പത്തികം ചോദിക്കുന്നില്ല. അതോടൊപ്പം നിങ്ങളെ മുൻ പരിചയം ചോദിക്കുന്നില്ല. അതോടൊപ്പം നിങ്ങൾ ചെയ്യുന്ന ജോലിയോ വരുമാനമോ നിങ്ങൾ തടസ്സപ്പെടുത്തേണ്ടതില്ല. ഫാമിലി ആയിട്ട് ചെയ്യാം, അങ്ങനെ കുറെ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ ഏതൊരു വ്യക്തിക്കും ഈ ഓപ്പർച്യൂണിറ്റി കണക്ട് ചെയ്യാൻ സാധിക്കും. പക്ഷെ എല്ലാ ആളുകളും വിജയിക്കുന്നില്ല. വിജയിച്ച ആളുകൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു എയിമായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ ഇപ്പൊ ഈ ആഗ്രഹങ്ങളൊക്കെ മുൻനിർത്തി ഈ ഓപ്പർച്യൂണിറ്റി കണക്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. ഞാനത് പറയാൻ കാരണം ഈ എന്റെ പ്രസന്റേഷന് ശേഷം അത്തരത്തിലൊരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നുണ്ടാവും. ഹീറോ ടു ഹീറോ, ആ ഒരു പവർഫുൾ ആയ പെയിൻഫുൾ ആയ ഒരു ആഗ്രഹവുമായി ഓപ്പർച്യൂണിറ്റിയിൽ വന്നു. ഇന്ന് വളരെ ഷോർട്ട് ടൈം കൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തിലും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിക്കൊണ്ട് ഇന്നൊരു ലെഗസിയായി മാറിയിട്ടുള്ള വ്യക്തിയെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നുണ്ടാവും. അപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് മനസ്സിലാക്കാം. ഇത് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ എന്തെല്ലാം സിഗ്നിഫിക്കൻസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാന്നുള്ളതും അദ്ദേഹത്തോട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ടാവും. ഓക്കെ, ഇന്ന് ഭൂരിഭാഗം ആളുകളും 24 മണിക്കൂറും കഠിനാധ്വാനം ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന ആളുകൾ നമ്മൾ സാധാരണക്കാരെന്ന് പറഞ്ഞ ആളുകളാണ്. പക്ഷെ അവര് ഒരു ലൈഫ് സ്റ്റൈൽ ആസ്വദിക്കുന്നില്ല. അതിന് കാരണമായിട്ട് പറയുന്നത് റോബർട്ട് കിയോസാക്കി എന്നുള്ള ഒരു എക്കണോമിസ്റ്റ് അദ്ദേഹത്തിന് ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റ് എന്നുള്ള ഒരു ബുക്കിലൂടെ മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. ലോകത്തിലെ ലീഗലായിട്ട് ലെജിറ്റിമേറ്റ് ആയിട്ട് വരുമാനം ഉണ്ടാക്കുന്ന 4 വിഭാഗം ആളുകളാണ് അദ്ദേഹം പറയുന്നത്. നിയമപരമായിട്ടും സത്യസന്ധമായിട്ടും വരുമാനം ഉണ്ടാക്കുന്നത് ഈ 4 കാറ്റഗറി ആളുകളാണ്. അതിൽ എംപ്ലോയി ആൻഡ് സെൽഫ് എംപ്ലോയി, ഈ വ്യക്തികളെ സംബന്ധിച്ച് അവരുടെ സ്കില്ല് ഉപയോഗിച്ച് വരുമാനം ഉണ്ടാക്കുന്ന ആളുകളാണ് അവർ. ഇവരെ സംബന്ധിച്ച് ഒരു ദിവസത്തിൽ അവർക്ക് ആ സ്കില്ല് പ്രകടിപ്പിക്കാനുള്ള ചാൻസ് വളരെ കുറവുള്ളൂ. 24 മണിക്കൂറും പണിയെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അവർക്ക് ഒരു ലിമിറ്റഡ് ഇൻകം കിട്ടുന്നുണ്ടാവും, ഒരു ലിമിറ്റഡ് ലൈഫാവും അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവുക. ഇന്ന് ലോകത്ത് 95% ആളുകളും ഈ ഒരു കാറ്റഗറിയിലായിട്ടാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. ഞാനും അതിലായിരുന്നു. എനിക്കതിന് പുറത്ത് കടക്കണം എന്ന് തോന്നി. അതിനുശേഷമാണ് ഞാനിത് സീരിയസ് ആയിട്ടത്. അത് എവിടേക്ക് പോകണം എന്നുള്ള കാഴ്ചപ്പാടും വിന്നിംഗ് ഉണ്ടായി തന്നെ അതാണ് ഞാൻ നെക്സ്റ്റ് ക്വാർട്ടറിന് പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഉണ്ടായിക്കൊണ്ടിരുന്ന ഇൻകം ആക്റ്റീവ് ഇൻകം ആയിരുന്നു. ഞാൻ പണിയെടുക്കുമ്പോൾ എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്, പണിയെടുക്കുന്നില്ലെങ്കിൽ വരുമാനം ഇല്ലാത്ത കണ്ടീഷൻ ആയിരുന്നു. പക്ഷെ തൊട്ടപ്പുറത്ത് ക്വാർട്ടറുണ്ട്, ബി ക്വാർട്ടറിനും ഐ ക്വാർട്ടറും, ബിസിനസ് മാൻ, ഇൻവെസ്റ്റർ ക്വാർട്ടർ. ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയ ആളുകൾ ഈ ഒരു ക്വാർട്ടറിലാണെന്നുള്ള തിരിച്ചറിവാണ് എനിക്ക് കിട്ടിയത്. ബിസിനസ് പറഞ്ഞാൽ ഒരു സിസ്റ്റം ബേസ്ഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾ, നമ്മൾ സാധാരണ മാർക്കറ്റിൽ കാണുന്ന ബിസിനസ്സുകാരല്ല. അവിടെ ആ ഓണർ കട തുറന്നാലേ അദ്ദേഹത്തിന് വരുമാനമുള്ളൂ, അദ്ദേഹത്തിന് പ്രസന്റ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വരുമാനം കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അദ്ദേഹം സെൽഫ് എംപ്ലോയി ആണ്.
അദ്ദേഹം ആ അദ്ദേഹത്തിന്റെ കഴിവാണ് അവിടെ റൺ ചെയ്യുന്നത്. ഇവിടെ എംപ്ലോയി സെൽഫ് എംപ്ലോയി എന്നുള്ള കാറ്റഗറി അവരെ കഴിവ് ഉപയോഗിച്ചാണ് വരുമാനം ഉണ്ടാക്കുന്നത്. പക്ഷെ ബിസിനസ്മാൻ അവർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. അത് ഉദാഹരണമായിട്ട് നമുക്ക് കോട്ടക്കൽ അരുവിശാല, KR ബേക്കറി, KFC, അതേപോലെ NIIT ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഫ്രാഞ്ചൈസി മോഡലൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾ. ഇപ്പൊ മലബാർ കല്യാൺ, ആലുക്കാസ് പോലുള്ള ഒരുപാട് ശൃംഖലകളോടെ മുന്നോട്ട് പോകുന്ന ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. ഇത്തരം അവരാണ് ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യുന്നത്. അവരാണ് ലൈഫ് സ്റ്റൈൽ ഏൺ ചെയ്യുന്നതൊക്കെ. പിന്നെ ഇൻവെസ്റ്റർ, ഇപ്പൊ ബിസിനസ് ഓണർക്ക് വേണ്ടി അദ്ദേഹം വർക്ക് ചെയ്തില്ലെങ്കിലും സിസ്റ്റം അവർക്ക് വർക്ക് ചെയ്യും. അവർ ക്രിയേറ്റ് ചെയ്യുന്ന സിസ്റ്റം ആണ്. ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അവർക്ക് വേണ്ടി പൈസ പണിയെടുക്കുന്നുണ്ടാവും. വലിയ വലിയ മാളുകളും ബിൽഡിങ്ങുകളൊക്കെ പണി കഴിപ്പിച്ച ആളുകളെ സംബന്ധിച്ച് അവർക്ക് വേണ്ടി അവർ ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസയാണ് അവർക്ക് വേണ്ടി പണിയെടുക്കുന്നത്. അപ്പൊ ലോകത്തിൽ 95% ആളുകളും ഈ ഒരു എംപ്ലോയി സെൽഫ് വെറും 5 മുതൽ 10% വരെ ആളുകളെ ഈ ബിസിനസ് ഇൻവെസ്റ്റർ കാറ്റഗറിയിലുള്ളൂ. പക്ഷെ അവരാണ് റിയൽ ലൈഫ് എൻജോയ് ചെയ്യുന്നത്. അവരാണ് റിയൽ പാസീവ് ഇൻകം ഏൺ ചെയ്യുന്നത്. അവരെ പ്രസൻസ് ഇല്ലെങ്കിലും അവരുടെ കുടുംബത്തിന് ആ വരുമാനം ആ ലൈഫ് സ്റ്റൈലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സുരക്ഷിതത്വം ഈ ഒരു കാറ്റഗറിയിലാണുള്ളത്. അപ്പൊ ഇവിടെ ഞാൻ ഈ ഒരു കോട്ടണിനെ കുറിച്ച് ചിന്തിച്ച സമയത്ത് ഞാനൊരു ബുക്ക് വായിച്ച സമയത്ത് എനിക്ക് ഓർമ്മ വന്നൊരു കഥ ഉണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ സമ്പത്തും എല്ലാം കിടക്കുന്നത് ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് കോട്ടണിലാണ്. നമ്മൾക്ക് എങ്ങനെ ഒരു സാധാരണ വ്യക്തിയായ നമുക്ക് എങ്ങനെ അങ്ങോട്ട് കയറാൻ സാധിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസം വേണം, അല്ലെങ്കിൽ വലിയ രീതിയിൽ ബിസിനസ്സൊക്കെ തുടങ്ങി വെക്കണം, ഇൻവെസ്റ്റ്മെന്റ് വേണം, കയ്യിൽ പൈസ, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും എന്നെ സംബന്ധിച്ചില്ലായിരുന്നു. ഇവിടെയാണ് വിന്നിട്ടി അതൊക്കെ ലഘുവാക്കി തന്നത്. ഞാനൊരു ബുക്ക് വായിച്ച സമയത്ത് എനിക്കൊരു കഥ എന്നെ സ്ട്രൈക്ക് ചെയ്തു. അത് ഈ ഒരു ക്വാർട്ടറുമായി ബന്ധം ഭയങ്കര സാമ്യമുള്ള എനിക്ക് തോന്നി. മുല്ല നസറുദ്ദീൻ എന്നുള്ള വ്യക്തിയെ നമ്മൾ എല്ലാവരും അറിയാം. അദ്ദേഹത്തിന് ഒരുപാട് കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു രാത്രിയിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴത്ത് ഒരു സാധനം തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് സുഹൃത്ത് ചോദിച്ചു, എന്താണ് നിങ്ങൾ തെരയുന്നതെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ വീടിന്റെ ചാവി കളഞ്ഞുപോയി, അത് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം തെരച്ചിൽ ആരംഭിച്ചു. അങ്ങനെ വേറെ സുഹൃത്തുക്കളൊക്കെ വന്നു, അവരും തെരച്ചിൽ ആരംഭിച്ചു. പക്ഷെ അവർക്കൊന്നും കിട്ടുന്നില്ല. അപ്പൊ അതിലൊരു വ്യക്തി ചോദിച്ചു, നിങ്ങളെ ചാവി എവിടെയാണ് പോയിട്ടുള്ളതെന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അതെന്റെ വീടിനടുത്താണ് പോയത് എന്നുള്ളത്. എന്നിട്ടാണ് ഇവിടെ തപ്പുന്നത്, ഇവിടെയാണ് വിളിച്ചുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതേപോലെയാണ് ഈ എംപ്ലോയി സെൽഫ് എംപ്ലോയി കാറ്റഗറിയിലെ ആളുകൾ. ഞാനും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു കണ്ടീഷനിലായിരുന്നു. പക്ഷെ അത് ഉള്ള സ്ഥലത്ത് പോയിട്ട് തപ്പിയാലാണ് കിട്ടുക. അപ്പോ ഈ ബിസിനസ് ഇൻവെസ്റ്റർ കോളിലാണ് ആ പൈസ ലൈഫ് സ്റ്റൈൽ ഉള്ളത്. അപ്പൊ അവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചാലാണ് ആ ലൈഫ് സ്റ്റൈൽ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ വിന്നിട്ട് നമുക്ക് തന്നെ CEO പ്രോജക്ട് നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ, ഇന്ന് നമ്മളൊരു എംപ്ലോയി സെൽഫ് എംപ്ലോയി കാറ്റഗറി ആണെങ്കിലും നമ്മൾ ശരിയായ രീതിയിൽ വിന്നിംഗ് ടീം വിഭാഗം ചെയ്യുന്ന ട്രെയിനിങ്ങും മെന്റർഷിപ്പും ഒക്കെ നമ്മൾ ശരിയായി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു 3 വർഷം മുതൽ ഒരു മണിക്കൂർ മുതൽ 3 മണിക്കൂർ 5 മണിക്കൂർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 3 വർഷം മുതൽ 5 വർഷത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ബിസിനസ്മാൻ ഇൻവെസ്റ്റർ കോണ്ടറിലേക്ക് പോകാനുള്ള ഒരു അതുല്യമായ ഓപ്പർച്യൂണിറ്റി ആണ് ഈ CEO. അതാണ് എന്നെ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആക്കിയത്. അതിനുവേണ്ടി നമുക്കറിയാം, ഇത്തരത്തിൽ സക്സസ്ഫുൾ ആളുകൾ ഒരു സുപ്രഭാതത്തിലായതല്ല. അവരെ മുന്നിലൂടെ ഏതെങ്കിലും ഇനി ഭാവിയിൽ വളരുന്ന ഓരോ മേഖലകൾ കടന്നുപോയി അവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചു. അവരെന്ത് ചെയ്തു, അത് ഉപയോഗപ്പെടുത്തിയാണ് സക്സസ് ഉണ്ടാക്കിയത്. ഇപ്പൊ ബിൽഗേറ്റ്സ് എന്നുള്ള വ്യക്തി ആർക്കും അറിയില്ലായിരുന്നു. IT എന്നുള്ള മേഖല അദ്ദേഹത്തിന് മുന്നോട്ട് കടന്നുപോയി. അദ്ദേഹം എന്ത് ചെയ്തു, അതിൽ ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്തി. ഇന്ന് അദ്ദേഹം ഒരു മൾട്ടി മില്യണറായി മാറി. ഓരോ വ്യക്തികളും NIT രാജേന്ദ്ര പവാർ, വിപ്രോയുടെ അസീം പ്രണജി, സോപ്പ് ജീപ്പ് കണ്ണാടി വിറ്റ് നടന്നിരുന്ന ഒരു വ്യക്തി IT മേഖല വരുന്നപ്പോ വിപ്രോ എന്നുള്ള സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് അതിലൂടെ ആ മേഖല വളർന്നപ്പോൾ അതിലൂടെ സക്സസ്ഫുൾ പേഴ്സണായി മാറി. ഇപ്പോ ഓരോ ആളുകളും അത്തരത്തിൽ വിജയിച്ച ആളുകളാണ്. അവരുടെ മുന്നിലൂടെ ഒരു ശരിയായ രീതിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന സമയത്ത് അത് ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോയ ആളുകളാണ്. അത് ഉപയോഗപ്പെടുത്താത്ത ആളുകളാണ് ആ കൺസ്യൂമറായി മാറിയിട്ടുള്ളത്. പിന്നീട് സംഭവിച്ചത് എന്താണ്, ഈ ഉപയോഗപ്പെടുത്തിയ ആളുകളെ സ്ട്രെങ്ത് ആയിട്ട് ആ കൺസ്യൂമേഴ്സ് മാറി എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ആ കാലഘട്ടം ഉൽപ്പന്നം നമ്മൾ ഉപഭോക്താവായി മാറി. അത് നമ്മളെ ചെലവുകൾ കൂട്ടുകയാണ് ചെയ്യുന്നത്. നമ്മളെ ചെലവ് അവരുടെ വരുമാനമായി മാറി. പക്ഷെ ഇവിടെ വിന്നിംഗ് ടീം ഒരു തിരിച്ചറിവ് തരുന്നു. ഇനി ഈ കാലഘട്ടത്തിൽ മുന്നിലൂടെ പോകുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 3 ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഇതിലൂടെ പരിചയപ്പെടുത്തി തരുന്നത്. ഈ ഓപ്പർച്യൂണിറ്റി നമ്മളിന്ന് മനസ്സിലാക്കിയിട്ട് തള്ളിക്കളഞ്ഞാലും നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിലും മൈ ഡിയർ ഫ്രണ്ട്സ്, നാളെ നമ്മൾ ഈ മേഖലയുടെ കൺസ്യൂമർ ആണ്. അത് ഇന്ന് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരവ് ഒന്നേ ഉള്ളൂ, ചെലവ് പല തരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി ഈ മേഖലയുടെ ഉൽപ്പന്നം കൂടി നമ്മളെ ജീവിതത്തിലേക്ക് എൻ്റർ ചെയ്താൽ വലിയ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും എന്നുള്ള തിരിച്ചറിവൊക്കെയാണ് സമയമില്ല എന്ന് പറഞ്ഞിരുന്ന ഓടിയത് എന്നെ സമയം കണ്ടെത്തിയിട്ട് ഈ മേഖല ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുന്നത്. മറ്റ് പ്രഷറും കാര്യങ്ങളൊക്കെ വന്ന് ഓടിക്കൊണ്ടിരുന്ന വ്യക്തി ഇന്ന് ഫ്രീ ആയിട്ട് കംഫർട്ടായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അന്ന് ആ സമയം കണ്ടെത്തി ഇൻവെസ്റ്റ് ചെയ്ത് ബിൽഡ് ചെയ്തുകൊണ്ടാണ്.
ഓക്കെ, അപ്പൊ അത് ഫസ്റ്റ് ഗ്രോ ചെയ്യുന്ന ഏറ്റവും ഇൻഡസ്ട്രി ആയിട്ട് പറഞ്ഞത് വെൽനസ് ഇൻഡസ്ട്രിയാണ്. നമ്മൾക്ക് എല്ലാവർക്കും നമ്മളെ ശരീരത്തിൽ നമ്മളെ കുടുംബാംഗങ്ങൾ ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുള്ളത് വളരെ താല്പര്യമുള്ള കാര്യമാണ്. അത് ഇന്ന് എങ്ങനെ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ഇന്ന് നമ്മൾക്കറിയാം ആരോഗ്യ പ്രശ്നങ്ങൾ വന്നിട്ടാണ് നമ്മളെ വിലപ്പെട്ട സമയവും പൈസയും നമ്മളോട് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സത്യം, ഇന്ന് ഓരോ അസുഖത്തിനും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്, സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ട്, അസുഖം കണ്ടെത്താനുള്ള ടെസ്റ്റുകൾ ഉണ്ട്, ഓരോ അസുഖവും സെപ്പറേറ്റ് മരുന്നുകളുണ്ട്. നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇന്ന് അസുഖമുള്ള ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണോ അതോ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളതാണ്. അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. WHO കണക്ക് പ്രകാരം പ്രതിവർഷം കോടിക്കണക്കിന് ആളുകൾ പുതിയ പുതിയ അസുഖങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ചെറുപ്പക്കാരടക്കം. അപ്പൊ ഇത്രമാത്രം മെഡിക്കൽ സയൻസിൽ അഡ്വാൻസ്മെന്റ് ആയിട്ടും ഒരു മാറ്റം അവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. വന്ന ആളുകളെ സംബന്ധിച്ച് അവര് ഇത്തരം ചികിത്സ എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടും ആരോഗ്യം തിരിച്ചു വരുന്നില്ല. അസുഖമായി ചികിത്സിച്ച് മരിക്കുക എന്നുള്ളൊരു കണ്ടീഷനാണ്. അപ്പൊ നഷ്ടപ്പെട്ട ആരോഗ്യം നേടിയെടുക്കാൻ അവിടെ സാധ്യമല്ല. എന്നാൽ നഷ്ടപ്പെടാതെ നോക്കാനോ അതും അവിടെ സാധ്യമില്ല. ഇപ്പൊ നമ്മൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വരാതിരിക്കാൻ പോയി മരുന്ന് കുടിക്കാൻ പറ്റുമോ? പ്രമേഹവും മുട്ടുവേദനയും ക്യാൻസറും ഒന്നും വരാതിരിക്കാൻ മരുന്ന് കുടിക്കാൻ ഒരു ഓപ്ഷൻ അവിടെ ഇല്ല. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ ജീവിതശൈലി മൂലം നമ്മൾ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇത്തരം കണ്ടീഷൻസ് ഒക്കെ വന്നിട്ടുള്ളത്, ജീവിതശൈലി അസുഖങ്ങൾ. അപ്പൊ നമുക്ക് പണ്ടത്തെ കാലത്തെ ജീവിതശൈലി പോകാൻ സാധിക്കൂല. അപ്പൊ ഇന്നത്തെ ജീവിതശൈലി നിന്നുകൊണ്ട് അവിടെ വന്ന പൊരുത്തക്കേടുകൾ, പോരായ്മകൾ നമുക്ക് നികത്തി കൊടുത്താൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കും. നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് ആരോഗ്യം നേടിയെടുക്കാൻ സാധിക്കും. നഷ്ടപ്പെടാത്തൊരു വ്യക്തിക്ക് ആ ആരോഗ്യത്തോടു കൂടി നമുക്ക് ദൈവം അനുഗ്രഹിച്ച് തന്നിട്ടുള്ള ആയുസ് മുഴുവനായിട്ട് ആരോഗ്യത്തോട് ജീവിച്ചു തീർക്കാൻ സാധിക്കും. അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഉൽപ്പന്നവും സേവനങ്ങളും അടങ്ങുന്ന മേഖലയാണ് വെൽനസ് ഇൻഡസ്ട്രി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ആ മേഖലയുമായുള്ള ഓട്ടത്തിനിടയിൽ ആരോഗ്യം നഷ്ടപ്പെട്ടു. ഞാനും കുറച്ച് കാലങ്ങളായിട്ട് മരുന്നുകളൊക്കെ ഉപയോഗിച്ച വ്യക്തിയാണ്. അവിടുന്ന് എനിക്കൊരു മാറ്റം കിട്ടിയിട്ടില്ല. വെൽനസ് പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച സമയത്ത് എന്റെ നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ശരിക്കും അത് എന്നിൽ വലിയ തിരിച്ചറിവാണ് ഉണ്ടാക്കിയത്. ഇന്ന് ഞാൻ ആ ഉൽപ്പന്നങ്ങളൊക്കെയാണ് ഒരുപാട് കുടുംബങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കാനും നഷ്ടപ്പെട്ട ആരോഗ്യം നേടിയെടുക്കാനും. അപ്പൊ ഇവിടെ അത് ലളിതമാക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലുള്ള വ്യക്തികൾക്ക് നിങ്ങളെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടപ്പെട്ട ആരെങ്കിലും വേറെ പുറത്ത് പഠിക്കുകയോ അല്ലെങ്കിൽ വേറെ എവിടെ, നിങ്ങളിപ്പോ വേറെ ഏതൊരു സ്ഥലത്താണെങ്കിൽ നിങ്ങളെ വീട്ടുകാരെ കണ്ട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മാർഗം? അവരുടെ അടുത്ത് പോയിട്ട് സംസാരിക്കണം. അത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പക്ഷെ ഇന്ന് IT-യുമായി ബന്ധപ്പെട്ട ഒരു ഉൽപ്പന്നമായിട്ട് സ്മാർട്ട് ഫോൺ നിങ്ങൾ ഉപയോഗിക്കുന്നതോട് കൂടി നിങ്ങൾക്ക് വാട്സപ്പ് വീഡിയോ കോൾ ചെയ്താൽ മതി, വീഡിയോ അവരെ കണ്ട് സംസാരിക്കാം. അപ്പൊ അതെങ്ങനെ സാധിച്ചു? ലളിതമായി. നിങ്ങൾ ആ മേഖലയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നം ഉപയോഗപ്പെടുത്തിയോണ്ടാണ് നിങ്ങൾക്ക് അത് എളുപ്പമായത്. അതേപോലെ ഇന്നത്തെ ജീവിത രീതിയിലും ആരോഗ്യം നേടിയെടുക്കാനും നഷ്ടപ്പെടാതിരിക്കാനും വളരെ എളുപ്പമാണ്. അത് ഈ വെൽനസ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നം നമ്മളൊന്ന് ഉപയോഗപ്പെടുത്തിയാൽ മാത്രം മതി എന്നുള്ളതാണ്. അതിലൂടെ ഹെൽത്ത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ത്രില്ലിംഗ് ആക്കി മാറ്റാൻ പറ്റും, ടെൻഷൻ അല്ലാത്ത കാര്യമായിട്ട് മാറ്റാൻ പറ്റും. സെക്കൻഡ് ഇൻഡസ്ട്രി ഇ-കൊമേഴ്സ്. പർച്ചേസ് പാറ്റേൺ ഒക്കെ ഒന്ന് ഓൺലൈൻ മാറിക്കൊണ്ടിരിക്കുകയാണ്, അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. തേർഡ് ആണ് ഡയറക്ട് സെല്ലിംഗ്. ഡയറക്ട് കഴിഞ്ഞാൽ ഇനി വളരെ ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഇന്ന് നമ്മൾ ഓരോരുത്തരും കൺസ്യൂമർ ആണ്. കൺസ്യൂമർ നമ്മൾക്ക് പർച്ചേസ് എന്നുള്ളത് നമ്മൾക്ക് എക്സ്പെൻസ് ആണ്. പക്ഷെ ഇനി ഫാസ്റ്റ് ആയിട്ട് വളരാൻ പോകുന്ന ഇൻഡസ്ട്രി, ഈ കൺസ്യൂമർക്ക് പർച്ചേസ് വരുമാനമായി മാറാൻ പോകുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളെയും കുടുംബത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഉൽപ്പന്നം വരുന്ന മേഖല ഉണ്ടെങ്കിൽ നിങ്ങളത് ഉപയോഗപ്പെടുത്തോ ഇല്ലേ? ഉപയോഗപ്പെടുത്തിയാൽ എന്ത് ചെയ്യാം? നമുക്കത് ആരോഗ്യം മതി എന്നെങ്കിൽ ഉൽപ്പന്നങ്ങൾ ഉപയോഗപ്പെടുത്താം, ജീവിതത്തിലെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്താം. ഡയറക്ട് സെല്ലിംഗ്, നിങ്ങളെ പർച്ചേസ് എന്നും ചെലവനായിട്ട് നമ്മൾ പ്രശ്നങ്ങൾ പറഞ്ഞിരിക്കണോ അത് വരവാക്കി മാറ്റാനുള്ള ചാൻസ് കിട്ടിയാൽ നിങ്ങളത് ഉപയോഗപ്പെടുത്തുമോ? ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ നിങ്ങളെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഉൽപ്പന്നം വാങ്ങിച്ച് ഉപയോഗിക്കുന്നതോടെ നിങ്ങൾക്ക് അത് വരുമാന മാർഗമാക്കി മാറ്റാൻ പറ്റുന്നതാണ് ഇതിലെ സത്യം. എങ്ങനെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള ആ ലക്ഷ്യങ്ങളോ വരുമാനങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ലൈഫിനെ മാറ്റാൻ പറ്റുന്നതാണ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഈ വരുമാനം നമുക്ക് വരുന്നത് എന്നുള്ളതാണ്. ഇവിടെയാണ് ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയുടെ പ്രസക്തി വരുന്നത്. ഇന്നത്തെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഒരു കമ്പനി പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നു, നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഏതൊരു ബ്രാൻഡാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, പല ബ്രാൻഡുകൾ. നമ്മൾ അതെന്ത് ചെയ്യുന്നത്? ഒരു റീറ്റെയിൽ ഷോപ്പ് പോയിട്ട് പർച്ചേസ് ചെയ്യുന്നു. ആ ഷോപ്പിൽ എങ്ങനെ എത്തി? ഒരു ഹോൾസെയിൽ മുഖാന്തരം എത്തി, അവിടെ ഒരു സ്റ്റോക്കിസ്റ്റ് മുഖാന്തരം, അവിടെ സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, CNF, ഒരു കമ്പനി. ആ കമ്പനി എന്ത് ചെയ്യും? ഈ പ്രോഡക്റ്റ് ഇവരിലൂടെ നമ്മളെ കൺസ്യൂമർ എത്തിക്കുന്നത്. മുമ്പ് ഈ സമ്പ്രദായം ഉണ്ടായിരുന്നില്ല, ബാർട്ടർ സമ്പ്രദായം. ഉൽപ്പന്നങ്ങൾ കൈമാറിയിരുന്നു. അതിനുശേഷം ചന്തകൾ വന്നു, അതിനുശേഷം വന്നൊരു മേഖലയാണിത്. അപ്പൊ ഈ ഒരു പർച്ചേസ് ബാങ്ക് നമ്മളെ ഭാഗമായി. അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഈ ഉൽപ്പന്നങ്ങൾ നമ്മൾക്ക് അവയർനെസ് കിട്ടുന്നത് പരസ്യത്തിലൂടെയാണ്. ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്താണ്? നമ്മൾ 100 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഉൽപ്പന്നം
ആ കമ്പനിക്ക് മാനുഫാക്ചറിങ് കോസ്റ്റും ലാഭമായിട്ട് 40 രൂപ മാത്രമേ വരുന്നുള്ളൂ, ലാഭവും ചെലവും. ബാക്കി 60 രൂപയും നമ്മളെ കയ്യിൽ നിന്ന് വിനിയോഗിക്കുന്നത് ഇടനിലക്കാർക്കും പരസ്യത്തിനും കൊടുക്കാനാണ്. ഇടനിലക്കാരെ വരുമാനവും പരസ്യക്കാരെ വരുമാനമാണ് പോകുന്നത്. വലിയൊരു ചോർച്ചയാണ്. പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? ഇവിടെയാണ് ഡയറക്ട് സെല്ലിംഗ്. ഇടനിലക്കാരും പരസ്യവും ഇല്ലാതെ കമ്പനി നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന അതിനൂതന വിതരണ രീതി. ഇത് കാലോചിതമായ വിതരണ രീതിയാണ്. IT വന്ന സമയത്ത് ഇത് വലിയ പൈസയാണ്, ഈ 60% എന്ന് പറഞ്ഞാല്. അത് മനസ്സിലാക്കിയിട്ടാണ് ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ അവിടെ ഐഡിയാസ് ഡെവലപ്പ് ചെയ്തു. ആ പ്ലാറ്റ്ഫോമിലൂടെ അവർ കൺസ്യൂമർക്ക് കമ്പനിയിൽ പ്രോഡക്ട്സ് എത്തിക്കുന്ന സംവിധാനം കൊണ്ടുവന്നു. ആ പൈസ ഉപയോഗിച്ച് അവരെന്ത് ചെയ്തു? മൾട്ടി മില്യണേഴ്സ് ആയി. ലുലു അതേപോലെ റിലയൻസ് ഒക്കെ ഓൾറെഡി പൈസ ഉള്ള ആളുകളാണ്. അവർ വലിയ വലിയ മാളുകൾ തുടങ്ങി സെയിം കമ്പനിയിൽ പ്രോഡക്ട്സ് എടുത്ത് കൺസ്യൂമറിൽ എത്തിച്ചു. അവരും വലിയ പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ കൺസ്യൂമർ എന്നും കൺസ്യൂമർ ആണ്. ഈ രണ്ട് ഇതിലൂടെയും പർച്ചേസ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇവര് രണ്ടുപേരും കണ്ണിച്ചോറുള്ള ആളുകളായതുകൊണ്ട് കുറെ ഡിസ്കൗണ്ടുകൾ തന്ന് നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്തു? അവിടെ ചാടി വീണു എന്നുള്ളതാണ്. പക്ഷെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. ഇവിടെയാണ് കൺസ്യൂമറെ കിങ് ആക്കുന്ന ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അപ്പൊ പിന്നിട്ട് നമുക്ക് വിഭാവനം ചെയ്യുന്ന തരുന്ന ഈ ഒരു ശരിയായ മേഖലകൾ നമുക്കൊരു കൊടക്കയിൽ തരാൻ വേണ്ടി വിന്നി ടീം സെലക്ട് ചെയ്തിട്ട് ഒരു സൂപ്പർ പവർഫുൾ ബ്രാൻഡ് ഉണ്ട്. വിന്നി ടീം സപ്പോർട്ടിംഗ് ഓർഗനൈസേഷൻ ആണെങ്കിൽ വെസ്റ്റീജ് എന്നുള്ളൊരു അതിഗംഭീരമായ ഒരു ഓർഗനൈസേഷൻ, ഒരു കമ്പനി. ഈ കമ്പനി ചെയ്യുന്ന എന്താണ്? അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് വെൽനസ് കാറ്റഗറിയാണ്, നമ്മളെ ആരോഗ്യം സംരക്ഷിക്കാനാണ്. അതോടൊപ്പം ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിലെ അധികായന്മാരാണ്. ഇന്ന് അവര് എക്സൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറക്ട് സെല്ലിംഗ് മേഖലയിലാണ്. ഇടനിലക്കാരും പരസ്യമില്ലാതെ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കളെ കൊടുത്തുകൊണ്ടാണ് ഇന്ന് വെസ്റ്റീജ് ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇന്ന് ഏതൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അതിന്റെ ഓണേഴ്സിന് വരുമാനം ഉണ്ടാക്കാനാവും അവർ തുടങ്ങുന്നുണ്ടാവും. പക്ഷെ വെസ്റ്റീജ് തുടങ്ങിയിട്ടുള്ളത് ഈ 3 വ്യക്തിത്വങ്ങളാണ്: ഗൗതം ബാലി സാർ, ദീപക് സൂദ് സാർ ആൻഡ് കൺവർബീർ സിംഗ് സാർ. ഈ 3 ആളുകൾ ഓൾറെഡി മൾട്ടി മില്യണേഴ്സ് ആണ്. അവർ വെസ്റ്റീജ് തുടങ്ങിയിട്ടുള്ളത് അവരുടെ വിഷൻ സ്റ്റേറ്റ്മെന്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണക്കാരായ ആളുകളിലേക്കും സാമ്പത്തിക ആരോഗ്യ സ്വാതന്ത്ര്യം കൂടി ജീവിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാനുള്ള വിഷനോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ മിഷൻ എന്താണ്? എവിടെ എത്തിച്ചേരുന്നുള്ള ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ആളുകളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് ഇന്ന് ലോകത്തിലെ ഒരു മികച്ച ബ്രാൻഡായിട്ട് മാറുക, മറ്റുള്ള ബ്രാൻഡുകൾക്കും ഒരു റോൾ മോഡലായി മാറുക എന്നുള്ളതാണ് അവർ സെറ്റ് ചെയ്യാനുള്ള മിഷൻ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു മിഷനോട് കൂടി സ്റ്റാർട്ട് ചെയ്ത ബ്രാൻഡിന്റെ ഇന്നത്തെ സ്ഥിതി എന്താണ്, തുടങ്ങുമ്പോഴുള്ള സ്ഥിതി എന്താണെന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ശരിക്കും 2004 വെൽനസ് മേഖലയിൽ 10 പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ബ്രാൻഡ്, 2 ഓഫീസും ഏകദേശം 6 കൺസ്യൂമേഴ്സുമായി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബ്രാൻഡ് ഇന്ന് 21 വർഷം കംപ്ലീറ്റ് ചെയ്തു. ഇവരുടെ പ്രോഡക്റ്റിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരു കൺസ്യൂമർക്ക് ആ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കാം. 30% 30 ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് നോക്കാം. സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാം. ആ പ്രോഡക്റ്റ് നല്ലതല്ലെങ്കിൽ നിങ്ങൾ വെച്ചോക്കുക ആ ബ്രാൻഡ് ഇന്ന് ഉണ്ടാവുമോ? ഒരിക്കലും ഇല്ല. പക്ഷെ ഇന്ന് 21 വർഷം വളരെ സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ അടിസ്ഥാനമായിട്ട് എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇന്ന് ആ 10 പ്രോഡക്റ്റിന് പകരം ഇന്ന് 400-ലധികം പ്രോഡക്റ്റുകൾ ഉണ്ട്. നമ്മളെ കുടുംബത്തിൽ തന്നെ ഇന്ന് പല കാറ്റഗറിയിൽ ആരോഗ്യം സംരക്ഷിക്കാൻ വരുന്ന പ്രോഡക്റ്റുകൾ. അതോടൊപ്പം 2 ഔട്ട്ലെറ്റ് തുടങ്ങിയ പ്രസ്ഥാനം ഇന്ന് 5000-ഓളം ഔട്ട്ലെറ്റിലേക്ക് എത്തി എന്നുള്ളതാണ്. 6 കൺസ്യൂമർ തുടങ്ങിയ പ്രസ്ഥാനം ഇന്ന് ഏകദേശം 3 കോടിയിൽ 5 കോടിയിലധികം കൺസ്യൂമേഴ്സ് ആയി എന്നുള്ളതാണ്. ഇത് നോക്കുകയാണെങ്കിൽ ഇതിൽ ഒരുപാട് അച്ചീവ്മെന്റ് ഉണ്ടാക്കിയ ആളുകളുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ അവരുടെ സ്വപ്ന ജീവിതം ഇതിലൂടെ കെട്ടിപ്പടുത്തുന്നുണ്ട്. ഷോർട്ട് ടൈമിൽ 3 മുതൽ 5 വർഷം കൊണ്ട് തന്നെ സക്സസ്ഫുൾ ആയ ലൈഫ് റൺ ചെയ്യുന്ന ആളുകളുണ്ട്. നിങ്ങൾ വെച്ചോക്കൂ, ഇന്ന് ഈ ഒരു ഉദ്യമത്തോട് കൂടി തുടങ്ങിയ ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് ബ്രാൻഡായി മാറി വെസ്റ്റീജ്. ഇന്ന് വേൾഡ് റാങ്കിങ്ങിൽ 38ാമത്തെ റാങ്കിൽ 21 വർഷം കൊണ്ട്. ഇന്ന് 25-30 വർഷമായുള്ള പല കമ്പനികൾ ഇന്ത്യയിലുണ്ട്. പക്ഷെ ഈ ഒരു റാങ്കിന്റെ 100-ല് താഴെ മേലായിട്ട് ഇല്ല എന്നുള്ളതാണ് ഇവര്. ഇന്ന് ഇന്ത്യ കൂടാതെ ഏകദേശം 8 രാജ്യങ്ങളിലേക്കും വെസ്റ്റീജ് എക്സ്പാൻഡ് എത്തി എന്നുള്ളതാണ്. UAE, സൗദി, ബംഗ്ലാദേശ്, തായ്ലാന്റ്, ഗാന, ഫിലിപ്പീൻസ്, ഐവറി കോസ്റ്റ് എന്നുള്ള രാജ്യങ്ങളിലേക്കും വെസ്റ്റീജ് എത്തി എന്നുള്ളതാണ്. അപ്പൊ അത്രമാത്രം രാജകീയമായി ജയിച്ചാതെ നടത്തിക്കൊണ്ട ഒരു കമ്പനിയാണ്. ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട്. അതുകൊണ്ട് തന്നെ വെസ്റ്റിന് ഒത്തിരി അവാർഡ് ആൻഡ് റെക്കഗ്നേഷൻ കിട്ടിയിട്ടുണ്ട്. അവരുടെ പ്രോഡക്റ്റ് മാനുഫാക്ചർ ആയിക്കോട്ടെ, കമ്പനി ഓണേഴ്സിന് അവരാ ഒരു മനസ്സിലുള്ള നല്ല ഉദ്ദേശത്തിലുള്ള അവാർഡുകൾ ആയിക്കോട്ടെ. ഇന്ന് ഏറ്റവും ബെസ്റ്റ് വർക്ക് പ്ലേസ് അവാർഡ് ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അണ്ടർ എംപ്ലോയ്മെന്റും അൺഎംപ്ലോയ്മെന്റും. പഠിച്ച ആളുകൾക്ക് ജോലി ഇല്ല, ജോലി കിട്ടിയ ആളുകൾക്ക് അതിനകത്തൊക്കെ ശമ്പളം ഇല്ല എന്നുള്ളത്, വരുമാനം ഇല്ല എന്നുള്ളത് എല്ലാം വലിയ ബുദ്ധിമുട്ടാണ്. ഇന്ന് MBA ഉള്ള ആളുകൾ തന്നെ, ഞാൻ സ്റ്റേറ്റ് മേഖല വർക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രൈവറായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾക്ക് ഏറ്റവും മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് എന്നുള്ള അവാർഡ് കൂടി വെസ്റ്റീജിന് കിട്ടിയിട്ടുണ്ട്. കാരണം ഇന്നൊരു വ്യക്തിക്ക് ഒരു കരിയർ ആയിട്ട് വെസ്റ്റേജ് പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ
ഉറപ്പിക്കാൻ സാധിക്കും ഒരു 3 മുതൽ 5 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ ലൈഫ് 100% ഒരു എന്ത് ചെയ്യാം, ഒരു സക്സസ്ഫുൾ ലൈഫാക്കി മാറ്റാൻ പറ്റും. ഒരു സെക്യൂർ ലൈഫ് അദ്ദേഹത്തിനോട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഉറപ്പിക്കാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടി വെസ്റ്റ് നമുക്ക് തന്നെ പ്രോഡക്റ്റ് കാറ്റഗറികൾ ഉണ്ട് വെൽനസുമായി ബന്ധപ്പെട്ട്. ഇന്ന് 19 കാറ്റഗറിയിലോളം ഏകദേശം 400ഓളം പ്രൊഡക്റ്റുകളാണ് നമുക്ക് വരുന്നത്. നമുക്കറിയാം ഇനി വരുന്ന വ്യക്തിക്ക് നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടാനുണ്ട് നമ്മുടെ ലൈഫിൽ രക്ഷപ്പെടാൻ വേണ്ടി. അതുകൊണ്ട് ഈ പ്രൊഡക്റ്റ് സെഗ്മെന്റ് ഞാൻ ജസ്റ്റ് ഓടിച്ചു പോകുന്നുള്ളൂ. ഇതിൽ നമുക്ക് നമ്മളെ ഭക്ഷണമാണ് ഔഷധം എന്ന് പറയുന്നുണ്ട്. ഇന്ന് ഭക്ഷണം ഔഷധമാണോ അതോ പോഷകമാണോ പോയിസൺ ആണോ നമ്മൾ ചിന്തിച്ചു നോക്കുക. നമ്മളെ ശരീര അവയവങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ പോഷകങ്ങളാണ് വേണ്ടത്. അത് ഫുഡിലൂടെ കിട്ടണം. പഴമക്കാർക്ക് ഇത്രമാത്രം ആരോഗ്യ പ്രശ്നം ഉണ്ടാവില്ല. അവർ ഒരു നേരം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അന്ന് കഴിച്ച ഭക്ഷണം പോഷകാഹാരമായിരുന്നു. ഇന്ന് നമ്മൾ എത്ര നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്? 4ഉം 5ഉം നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇന്ന് കഴിക്കുന്ന ഭക്ഷണം പോഷകമാണോ പോയിസൺ ആണോ? ശരീര അവയവങ്ങൾ പ്രവർത്തിക്കാൻ പോഷകം വേണം. പക്ഷെ അത് കിട്ടിയില്ലെങ്കിൽ അവർ പ്രവർത്തിക്കൂല. പണ്ടുള്ള അസുഖങ്ങൾ പകർച്ചവ്യാധികളായിരുന്നു. രോഗാണുക്കളുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇന്ന് രോഗാണുക്കൾ മൂലം വരുന്നതല്ല. അപ്പൊ ഇത്തരത്തിലുള്ള പോഷകങ്ങൾ ശരീരത്തിന് ലഭിക്കാത്തതുകൊണ്ടും അതിലുള്ള പല വിഷാംശങ്ങൾ എത്തുന്നതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത്. ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഇതിന് രണ്ടിനും പരിഹാരമായി മാറുകയാണ് ചെയ്യുന്നത്. പോഷകങ്ങൾ ലഭിക്കുന്ന ബോഡിയിലെ വിഷാംശങ്ങൾ പുറത്തേക്ക് പോകുന്നതോടുകൂടി ആ ബോഡി ഹെൽത്തി ആയി മാറുന്നുണ്ടാവും. അതിന് ഹെൽത്ത് സപ്ലിമെന്റ്സുകൾ പല കാറ്റഗറീസ് ഓഫ് സപ്ലിമെന്റ്സുകൾ തരുന്നുണ്ട്. അതോടൊപ്പം ഓറൽ കെയർ ദന്ത സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രോഡക്റ്റുകൾ തരുന്നുണ്ട്. രോഗപ്രതിരോധ ശേഷി സംരക്ഷിക്കാനുള്ള പ്രോഡക്റ്റുകൾ ഉണ്ട്. അതേപോലെ നമ്മളെ ഹൃദയാരോഗ്യം സംരക്ഷിക്കാനുള്ള പ്രോഡക്റ്റുകൾ ഉണ്ട്. അത് ജോയിന്റ് ഹെൽത്ത് നമ്മളെ എല്ലുകൾ ആരോഗ്യം ജോയിന്റ്സിന്റെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള പ്രോഡക്റ്റുകൾ ഉണ്ട്. നഷ്ടപ്പെട്ട ആളുകൾക്ക് നേടിയെടുക്കാനും നഷ്ടപ്പെടാതിരിക്കാനും നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവും. അതേപോലെ സ്കിൻ കെയർ ഡിവിഷനിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ട്. പിന്നെ ഹെൽത്തി വെയിറ്റ് മാനേജ്മെന്റ് കാറ്റഗറി പ്രോഡക്റ്റ് ഉണ്ട്. അതുപോലെ ഹെയർ കെയർ സെഗ്മെന്റിൽ പ്രൊഡക്ട്സ് ഉണ്ട്. പിന്നെ ഹോം കെയർ പ്രൊഡക്ട്സ് നമ്മുടെ വീട് ശുചീകരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട്. അതിൽ ഡിഷ് വാഷ്, ഡ്രസ്സ് ക്ലീൻ ചെയ്യുന്നത്, ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒക്കെ ട്രിപ്പിളി അവാർഡ് പ്രൊഡക്റ്റ്, മണ്ണിനും മനുഷ്യനും ഹാനികരമില്ലാത്ത പ്രൊഡക്റ്റുകളാണ്. ഡീടോക്സിയേഷൻ നമ്മൾ വിഷമാലിന്യങ്ങൾ ബോഡിയിൽ നിന്ന് പുറന്തള്ളപ്പെടാനുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ട്. പിന്നെ ഇൻവിഗോ എന്നതിൽ കുട്ടികളുടെ ആരോഗ്യം കിഡ്സ് ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒത്തിരി പ്രൊഡക്റ്റുകൾ ഉണ്ട്. ഇന്ന് കുട്ടികളുടെ ആരോഗ്യം ഏറ്റവും വലിയ ചലഞ്ച്. പണ്ട് ഗർഭിണികൾ 2 ആളെ ഭക്ഷണം കഴിക്കായിരുന്നെങ്കിൽ ഇന്ന് 2 ആളെ മരുന്നാണ്. അതുകൊണ്ട് ആ കുട്ടിയുടെ ആരോഗ്യത്തിലുള്ള പോഷകങ്ങൾ കിട്ടുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്നും കുട്ടികളെ ഡോക്ടറെ കൊണ്ടുവരാനുള്ള ഒരു ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ അത് ആരോഗ്യം നമുക്ക് ശരിയായ രീതിയിൽ നേടിയെടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ ഉണ്ട്. പിന്നെ ഹെൽത്ത് ഫുഡ് കാറ്റഗറിയിൽ ഒത്തിരി പ്രൊഡക്റ്റുകൾ ഉണ്ട്. ആരോഗ്യമായ ഭക്ഷണം നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നതോട് കൂടി നമ്മളെ ആരോഗ്യം നമുക്ക് ശരിയായ രീതിയിൽ പരിപാലിക്കാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകൾ നമുക്കുണ്ട്. ഇതിൽ ഇനി ഒരുപാട് പ്രോഡക്റ്റുകൾ ഇനി അനുദിനം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എവറി ഡേ പ്രോഡക്റ്റ്, എവറി മന്ത് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗപ്പെടുത്തി നമുക്ക് ആരോഗ്യം നമുക്ക് എന്ത് ചെയ്യാൻ സംരക്ഷിക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇനി എങ്ങനെ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഈ ഉൽപ്പന്നം നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് 9 വരുമാനങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വെസ്റ്റീജിൽ നമ്മളൊരു കൺസ്യൂമർ കാർഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആ ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യുക. ഇന്ന് നമ്മൾ വാങ്ങിച്ചുപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഷോപ്പ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുക. ഒന്ന് വെസ്റ്റീജിലേക്ക് എന്ത് ചെയ്യുക മാറുക. നമുക്ക് എങ്ങനെ ഇവിടെ അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിവിടെ രജിസ്ട്രേഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ എങ്ങനെയാണ് ഒരു കൺസ്യൂമർ കാർഡ് എടുക്കുന്നത് സെയിം പ്രോസസ്സ് തന്നെ ഇവിടെ. നിങ്ങളെ വാലിഡിറ്റി അഡ്രസ് പ്രൂഫും മൊബൈൽ നമ്പറും കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ഈ പ്രായം ഇൻവൈറ്റ് ചെയ്ത വ്യക്തി കൺസ്യൂമർ കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് 3 രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഒന്ന് കൺസ്യൂമർ ആയിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് ആരോഗ്യം സംരക്ഷിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് സംരക്ഷിച്ച് പോകാൻ പറ്റുന്നുണ്ടാവും. അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടി ഡിസ്കൗണ്ടിലൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഫുൾ ഈ ഒരു ഗുണമേന്മയുള്ള പ്രൊഡക്റ്റുകൾ പല ആളുകളും പറയും ഈ പ്രൊഡക്റ്റുകളൊക്കെ വില കൂടുതലല്ലേ എന്നുള്ളത്. നമ്മൾക്ക് ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗുണമേന്മയുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ആരോഗ്യം നഷ്ടപ്പെടുള്ളൂ നമ്മൾ ചിന്തിച്ചു നോക്കുക. ഒരിക്കലും ഇല്ല. പക്ഷെ നമ്മൾ വാങ്ങിക്കുന്നത് ഗുണമേന്മ നോക്കിയിട്ടാണോ എന്നുള്ളത് ചിന്തിച്ചു നോക്കുക. പക്ഷെ അത് പ്രൈസിൽ വേരിയേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വില നോക്കി ഗുണമേന്മ കുറഞ്ഞേക്ക് മാറുന്നതോട് കൂടിയാണ് വിഷാംശങ്ങൾ ബോഡിയിലെത്തി ആരോഗ്യം നഷ്ടപ്പെടുന്നത്. ഇവിടെ വെസ്റ്റ് നമുക്ക് തരുന്നത് ഗുണമേന്മയുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പൊ അതിന് പ്രൈസ് ഉണ്ട്. അത് ഒരു സാധാരണ കൺസ്യൂമർക്ക് പോലും വിലക്കുറവിൽ കിട്ടാൻ വേണ്ടിയാണ് വെസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് നേരിട്ട് ഉപഭോക്താക്കൾക്കാണ് തരുന്നത്. അപ്പൊ 60% നമ്മളിലേക്ക് തിരിച്ചു തരാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. അതിലൂടെ നിങ്ങൾ ഒരു പ്രൊസ്യൂമർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് 50% ഡിസ്കൗണ്ടിൽ നിങ്ങളെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നം ഉപയോഗിക്കാം. നെക്സ്റ്റ് എന്റർപ്രണർ, നിങ്ങളെ സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു എന്റർപ്രണർ ഇതിലെ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ അത് ഉപയോഗപ്പെടുന്നതിലൂടെ ആ 60% പൈസയും 9 രീതിയിലാണ് വെസ്റ്റ് നമുക്ക് തരുന്നത്. ഫസ്റ്റ് ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. ആ കൺസ്യൂമർ കാർഡ് എടുക്കുന്നതോട് കൂടി 10 മുതൽ 30% വരെ ഡിസ്കൗണ്ടോട് കൂടി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം. അതോടൊപ്പം ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. പണ്ട് ഗ്യാസ് വാങ്ങിക്കുന്ന സമയത്ത് സബ്സിഡി ആയിട്ടൊക്കെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിരുന്നു. ഇവിടെ നിങ്ങളെ വീട്ടിലേക്ക് നിങ്ങളെ കുടുംബത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വിഷരഹിതമായ സോപ്പ്, പേസ്റ്റ്, ചായ, കുക്കിംഗ് ഓയിൽ ഇതെല്ലാം വാങ്ങിച്ചുപയോഗിക്കുന്ന സമയത്ത് നിങ്ങളെ അക്കൗണ്ടിലേക്ക് തന്നെ ക്യാഷ് വരുന്നുണ്ടാവും. എങ്ങനെ? നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് അല്ലേ? അതോടൊപ്പം ബോണസുകൾ ഉണ്ട്. ഡയറക്ടർ ബോണസ്, ടീം ബിൽഡിംഗ് ബോണസ്, ലീഡർഷിപ്പ് ബോണസുകൾ ഉണ്ട്. ഇത് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗപ്പെടുത്തുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം?
നമുക്ക് ബോണസുകൾ നേടിയെടുക്കാൻ സാധിക്കും. അതിലൂടെ ഇൻകം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതോടൊപ്പം 3 ഫണ്ട് നമുക്കുള്ളത് ഡ്രീം ഫണ്ട്, നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള ഫണ്ടാണ്. ഇപ്പോ വിദേശ രാജ്യങ്ങളൊക്കെ പോവാന്നുള്ളത് ഒരു വ്യക്തിയുടെ സ്വപ്നമാവും. പക്ഷെ സാമ്പത്തിക പ്രശ്നങ്ങളും സമയ പ്രശ്നങ്ങളൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തെ പിന്നോട്ട് വലിക്കുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ ആ ട്രാവൽ ഫണ്ട് നേടുന്നതോടുകൂടി നിങ്ങൾക്കും കുടുംബത്തിനും ഫ്രീ ആയിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകാൻ സാധിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് അത്തരത്തില് തായ്ലാന്റിൽ പോകാൻ സാധിച്ചിട്ടുണ്ട് 10 പൈസ ചെലവില്ലാതെ. നെക്സ്റ്റ് കാർ ഫണ്ടാണ്. അടുത്തൊരു സ്വപ്നമാണ് കാറ് വാങ്ങിക്കുക എന്നുള്ളത്. ഹസ്ബൻഡിന്റെ വൈഫ് 2 കുട്ടികളാണെങ്കിൽ ചെറിയ കുട്ടികളാകുമ്പോൾ ബൈക്കിൽ പോകും. കുട്ടികൾ വലുതാവുന്നതോട് കൂടി ആ ബൈക്കുമ്പോൾ പോകുന്നത് ബുദ്ധിമുട്ടാണ്. നാട്ടുകാർക്കൊരു ചിരിക്കാനുള്ള വകയായിട്ട് മാറും. അപ്പൊ അത്തരത്തിൽ ആലോചിച്ച് കാറ് എന്നുള്ള സാധനം സ്വപ്നമാവും. പക്ഷെ അവരെ വരുമാനവും കാര്യങ്ങളും ശരിയാക്കില്ല, അവർ അനുവദിക്കൂല. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിട്ട് ആ കാർ ഫണ്ട് നേടുന്നതോട് കൂടി നിങ്ങൾ ആ കാറ് നിങ്ങൾക്ക് ഇത്തരത്തില് ഏകദേശം 10,000-ലധികം കൺസ്യൂമേഴ്സ് ആണ് ഇവിടെ വന്ന് കാറ് നേടിയെടുത്തിട്ടുള്ളത് ഇതിലൂടെ. പിന്നെ ഹൗസ് ഫണ്ട്, അടുത്തൊരു സ്വപ്നമാണ് വീട് എന്നുള്ളത്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹൗസ് ഫണ്ട് നേടുന്നതിലൂടെ വീട് എന്നുള്ള സ്വപ്നം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും. പിന്നെ എലൈറ്റ് ക്ലബ് ബോണസ്, നിങ്ങളെ ലൈഫ് സ്റ്റൈലിനെ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബോണസ് ആണ് അത്. അപ്പൊ എങ്ങനെ ഈ ബോണസുകളൊക്കെ നേടിയെടുക്കുക എന്നുള്ളതാണ് ജസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ശരിക്കും നമ്മൾ ആ പ്രൊസ്യൂമർ ആവുന്നതോട് കൂടി നല്ല ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്ട്സ് ഉപയോഗിക്കാം. ISO സർട്ടിഫൈഡ് ആണ്, മണി റീഫണ്ട് പോളിസിയുള്ള പ്രൊഡക്ട്സ് നമുക്ക് ഉപയോഗിക്കാം. ജസ്റ്റ് കൺസ്യൂമർ സംബന്ധിച്ച് പ്രൊസ്യൂമർ ആയാലോ ആ 10-30% ഡിസ്കൗണ്ടും പിന്നെ അതുപോലെ ഫ്രീ പ്രോഡക്റ്റുകളും അതൊക്കെ നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ടാവും. കൺസ്യൂമർ കാർഡ് എടുക്കുന്ന ആൾക്ക് 50% ഡിസ്കൗണ്ട് പ്രോഡക്റ്റ് കിട്ടാൻ വേണ്ടി വെസ്റ്റ് തരുന്ന എക്സലന്റ് ഓഫറുകൾ ഉണ്ട്. അതാണ് റീപർച്ചേസ് ഓഫറും കൺസിസ്റ്റൻസി ഓഫറും. 2-ാം തീയതി 18-ാം തീയതി ഉൽപ്പന്നം വാങ്ങിക്കുന്ന ആളുകൾക്ക് 10% എക്സ്ട്രാ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ടാവും. അത് മാത്രമല്ല നമ്മള് പർച്ചേസ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നത് 2-ാം തീയതിയും 14-ാം തീയതിന്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് 4 മാസം പർച്ചേസ് 5-ാമത്തെ മാസം ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഓഫറാണ് കൺസിസ്റ്റൻസി ഓഫർ. അപ്പൊ ഈ 2 ഓഫറും 2 ക്യാഷ് ബെനിഫിറ്റ് ഉപയോഗപ്പെടുത്തി 56% ഡിസ്കൗണ്ട് നമുക്ക് ഉൽപ്പന്നം ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവും. ഈ സ്ലൈഡ് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് നോക്കിയാൽ മതി. ചിലപ്പോൾ നിങ്ങളെ കണ്ണ് തന്നെ തള്ളിപ്പോവും. 50%-ലധികം നമുക്ക് ഡിസ്കൗണ്ട് ഉൽപ്പന്നം ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടാവും. അതോടൊപ്പം ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിലോ നമ്മളിവിടെ ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞല്ലോ, നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ പോയിന്റ് അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ആ പോയിന്റ് അടിസ്ഥാനത്തിൽ ഫ്രീ പ്രോഡക്റ്റുകളാണ് നമുക്ക് കിട്ടുന്നത്. ചെറിയ രീതിയിലുള്ള പ്രോഡക്റ്റുകൾ കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് പോയിന്റിന് കിട്ടുന്നത് ക്യാഷ് ആണ് കിട്ടുന്നത്. അവിടെ 100 രൂപയ്ക്ക് ഒരു പോയിന്റ് ആണെങ്കിൽ ഇവിടെ നമുക്ക് 30 രൂപയ്ക്ക് ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റ് ഒരു പോയിന്റ് പോലെ 599 പോയിന്റ് പോലെ നമുക്ക് 5% ക്യാഷ് തിരിച്ചു കിട്ടും നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എമൗണ്ടിന്റെ. അത് 600 പോയിന്റ് വരെ 2099 പോയിന്റ് വരെ 8% കിട്ടും. 2400 പോയിന്റ് ആയാൽ 12% കിട്ടും. 5500 പോയിന്റ് ആയാൽ 16% കിട്ടും. ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം, സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ ഒരു 500 പോയിന്റ് ക്രിയേറ്റ് ചെയ്തു പർച്ചേസ് ചെയ്തിട്ട് അവിടുന്ന് ഫ്രീ പ്രൊഡക്ട്സ് മേടിച്ചാൽ പിന്നെ ഒന്നിൽ നിന്ന് തുടങ്ങണം. പക്ഷെ വെസ്റ്റീജിൽ കൺസ്യൂമർ കാർഡ് ക്രിയേറ്റ് ചെയ്ത് പോയിന്റ് നമ്മൾ ഒന്നിൽ നിന്ന് തുടങ്ങിയാൽ പിന്നെ 5500 പോയിന്റ് വരെ 16%. പിന്നെ അവിടെ മുതൽ ലൈഫ് ലോങ് ആണ്. നമ്മൾ വാങ്ങിക്കുന്ന പോയിന്റുകൾ കൂട്ടി വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ബോണസുകൾ നേടിയെടുക്കാൻ പറ്റും. അതാണ് ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. 500 പോയിന്റ് 599 പോയിന്റ് മുതൽ 600 പോയിന്റ് ആണ് 8% ആവണമെങ്കിൽ വെസ്റ്റേജിൽ നിങ്ങൾ ഒരു മാസം 300 പോയിന്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിച്ചോ, നിങ്ങളെ റെക്കമെൻഡേഷനുള്ള ആളുകൾ സാധനം വാങ്ങിച്ചോ ആയാൽ മതി. 300 പോയിന്റ് വന്നാൽ നിങ്ങൾ 8% പ്രൊമോട്ട് ചെയ്യും. 5500 പോയിന്റ് വരെ 4500 പോയിന്റ് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് കൊണ്ടുവരാൻ പറ്റിയാൽ നിങ്ങളെ 16ലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടാവും. സ്പീഡായി ചെയ്യുന്ന ആൾക്ക് സ്പീഡായിട്ട് റിസൾട്ട് ഇവിടെ കിട്ടുന്നുണ്ടാവും. അതിനുള്ള ബെനിഫിറ്റും ഉണ്ട്. അപ്പൊ ഏത് ട്രാക്കും ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾക്ക് എങ്ങനെയാണ് വരുമാനം നേടുന്നത്? ഇതിലൊരു ബ്രോൺസ് ട്രാക്ക് എന്നുള്ള റാങ്ക് ഉണ്ട്. ഈ റാങ്കിലേക്ക് നമ്മൾ എങ്ങനെ എത്താൻ പറ്റും? ഈ റാങ്കിൽ നിന്ന് എത്തുന്നതോടുകൂടി നമ്മൾക്ക് 4 ബോണസുകളാണ് കിട്ടുന്നത്. റീറ്റെയിൽ പ്രോഫിറ്റും പെർഫോമൻസ് ബോണസും അതോടൊപ്പം ഡയറക്ടർ ബോണസും ടീം ബിൽഡിംഗ് ബോണസും കിട്ടും. ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ഇന്ന് 10 പൈസ കിട്ടാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഉണ്ട്. എന്താണത്? നമ്മൾ സിനിമ കണ്ടാലോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ കയറി നല്ല ഭക്ഷണം കഴിച്ചാലോ നമ്മൾ സുഹൃത്തുക്കളെ റെക്കമെൻഡ് ചെയ്യും. അവരെല്ലാവരും ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മെച്ചമുണ്ടോ? അതുമായി ബന്ധപ്പെട്ട ആളുകൾ പൈസ കിട്ടും, നമ്മൾക്കൊന്നും കിട്ടുന്നില്ല. പക്ഷെ ഇവിടെ നിങ്ങൾ ഈ വെസ്റ്റേജിൽ കൺസ്യൂമർ ഐഡി എടുത്ത് ഉൽപ്പന്നം ഉപയോഗിച്ചു, നിങ്ങൾക്ക് അത് സാമ്പത്തികപരമായിട്ടും ഒരു മെച്ചം കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ വേണ്ടപ്പെട്ട കുടുംബങ്ങളിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. കുറച്ച് തൂക്കി തന്ന് വിൽക്കലല്ല, ഷെയർ ചെയ്ത് കൊടുക്കാം. അതിലൂടെ അവർക്കും കൺസ്യൂമർ കാർഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ അവർക്കും ഈ ബോണസോട് കൂടിയൊക്കെ വാങ്ങിക്കാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൽ പറഞ്ഞു ചാരിറ്റി എന്നുള്ള പോയിന്റ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഉൽപ്പന്നങ്ങളോ കാര്യങ്ങളോ എല്ലാവരും ആരോഗ്യം രക്ഷിക്കാൻ വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുമോ? നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് നിങ്ങൾ എത്ര ആളെ നിങ്ങൾക്ക് കൈപിടിച്ച് ഉയർത്താൻ പറ്റും അവിടെ ജോലി കൊടുത്തുകൊണ്ട്? ഇത് പോസിബിൾ അല്ല. പക്ഷെ ഇവിടെ ഈ കൺസ്യൂമർഷിപ്പ് നിങ്ങൾ പറയുന്നതിലൂടെ ഇത് രണ്ടും അവർക്ക് കൂടി എത്തുകയാണ്. അത്തരത്തിൽ നിങ്ങളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തു. ആ കമ്മ്യൂണിറ്റിയിലൂടെ നിങ്ങൾ എന്ത് ചെയ്തു? കുറച്ച് ആളുകൾ അവരുടെ കുടുംബത്തിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നു, നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നു. അത്തരത്തിൽ 5500 പോയിന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സമയത്താണ് നിങ്ങൾ ബ്രോൺസ് ഡയറക്ടർ ആവുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്തത്? മഹത്തരമായ ഉൽപ്പന്നങ്ങളിലൂടെ
ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തു. ഏതൊരു ബിസിനസ്സോ മേഖലയാണെങ്കിലും അതിന് കൺസ്യൂമേഴ്സ് വേണം. ഇവിടെ നമ്മളെ കൺസ്യൂമേഴ്സ് ആരാണ്? ഓരോ ഔട്ട്ലെറ്റ് ആണ്. അവിടെ ഷോപ്പ് തുടങ്ങണം, ഇത് വെച്ച് പറഞ്ഞാൽ മാത്രം മതി. അത്തരത്തിൽ 5500 പോയിന്റ് നമ്മൾ ബ്രോൺസ് ഡയറക്ടറായി. ആ സമയത്ത് നമുക്ക് ഈ ബോണസുകളും കിട്ടും. ഏകദേശം ഒരു 5000-നും 10,000-ന്റെ ഇടയിൽ നമുക്ക് വരുമാനം കിട്ടും. ടേൺ ഓവർ കൂടിയാൽ വരുമാനം കൂടും, ടേൺ ഓവർ കുറഞ്ഞാൽ വരുമാനം കുറയും. ഇവിടെ വ്യക്തികൾക്ക് യാതൊരു പ്രാധാന്യമില്ല, ടേൺ ഓവറിനാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് വരുമാനം നമുക്ക് കിട്ടാൻ വെസ്റ്റീജ് ഇവിടെയാണ് ശരിക്കും നമ്മളെ കണ്ണു തുറപ്പിക്കുന്നത്. സാധാരണ നമ്മൾ മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവണത ഒന്ന് കഴിഞ്ഞാൽ ഒന്നിന് വളം എന്നുള്ളത്. അതിന് മാർക്കറ്റിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ബേക്കറി തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഹോട്ടലുകൾ തുടങ്ങുന്നത്. അത് നല്ല ബിസിനസ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള ആളുകൾ അവിടെ തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടെ പാരവപ്പാണ് നടക്കുക. ഒന്ന് ചീഞ്ഞാൽ ഒന്നിന് വളം. പക്ഷെ വെസ്റ്റീജ് ഇവിടെ അത് തിരുത്തി കുടിക്കുകയാണ്. ഇവിടെ നമ്മളെ കൂടെ വന്ന വ്യക്തി, നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തു, ബ്രോൺസ് ഡയറക്ടറായി. നമ്മൾ എന്ത് ചെയ്തു? ഒരു 5000, 10,000 ഒക്കെ നമ്മൾ നേടിയെടുത്തു. പക്ഷെ ഇവിടെ നെക്സ്റ്റ് ബോണസുകൾ കിട്ടാൻ അഞ്ചാമത്തെ 6ാമത്തെ ബോണസ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളെ കൂടെ വന്ന വ്യക്തിയെ ബ്രോൺസ് ഡയറക്ടറാക്കി ആ കുടുംബത്തിലേക്ക് ഒരു വരുമാനം എത്തിക്കുന്നതോട് കൂടിയാണ് നമ്മൾ സിൽവർ ഡയറക്ടർ ആവുന്നത്. ആ സമയത്താണ് നമുക്ക് ട്രാവൽ ഫണ്ട് കിട്ടുന്നത്. അപ്പൊ ട്രിപ്പ് പോകാൻ ആഗ്രഹമുള്ള ആളുകൾ എന്ത് ചെയ്യാം? ഇവിടെ വന്ന് ഒരു കുടുംബത്തെ വിജയിപ്പിച്ചാൽ നിങ്ങൾക്ക് ട്രാവൽ പോകാൻ സാധിക്കും, വിദേശ രാജ്യങ്ങൾക്ക് പോകാൻ സാധിക്കും. അതോടൊപ്പം ലീഡർഷിപ്പ് ബോണസ് നേടിയെടുക്കാം. അപ്പൊ നിങ്ങൾ ആ കുടുംബത്തിലേക്ക് 16 രൂപ വരുമാനം എത്തിച്ചാൽ നിങ്ങൾക്ക് ഒരു 20 ഒരു 25,000 രൂപേന്റെ മേലേക്ക് വരുമാനം കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാവും. എങ്ങനെയുണ്ട്? വളരെ ത്രില്ലിംഗ് അല്ലേ? ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു കാര്യം. അപ്പൊ നിങ്ങളെ ഇഷ്ടപ്പെട്ട ലൊക്കേഷനിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കും. ഒരിക്കൽ അച്ചീവ് ചെയ്ത് നമുക്ക് ലൈഫ് ലോങ് നമുക്ക് ട്രിപ്പ് പോകാൻ പറ്റുന്നുണ്ടാവും. നെക്സ്റ്റ് ഗോൾഡ് ഡയറക്ടർ. 2 കുടുംബത്തെ വിജയിപ്പിക്കാൻ സാധിച്ചാലോ ഇൻകം ഒന്നുകൂടി ബെറ്റർ ആക്കാൻ സാധിക്കും, ഒന്ന് മൾട്ടിപ്പിൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഒരു 30ന്റെ മുകളിലേക്ക് നമുക്ക് ഇൻകത്തെ കൊണ്ടുപോകാൻ സാധിക്കും. അത് 3 കുടുംബത്തെ നമുക്ക് സക്സസ് ആക്കാൻ സാധിച്ചാൽ നമ്മൾ സ്റ്റാർ ഡയറക്ടർ എന്ന് പറയുന്നുണ്ടാവും. നമുക്ക് കാർ ഫണ്ട് കൂടി നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടാവും. 3 കുടുംബത്തെ നമ്മൾ എന്ത് ചെയ്യാം? ജീവിതത്തിൽ കൈപിടിച്ച് ഉയർത്തിയാൽ നമ്മൾ സ്റ്റാർ ഡയറക്ടർ ആവുന്നുണ്ടാവും. അപ്പൊ നമുക്ക് കാർ ഫണ്ട് കൂടി കിട്ടുന്നുണ്ടാവും. ഈ കാർ ഫണ്ട് ഉപയോഗിച്ചാണ് ഒരുപാട് കുടുംബങ്ങൾ കാർ വാങ്ങിച്ചിട്ടുള്ളത്. എന്നാൽ ഞാനും ഇതിലൊരു കാർ ഫണ്ട് അച്ചീവർ ആണ്. അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. നമുക്ക് ഇഷ്ട വാഹനം നമുക്ക് എന്ത് ചെയ്യാം? സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇന്ന് വെസ്റ്റീജ് കാർണിവൽ എന്നുള്ള യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് 139 ആക്കി ലക്ഷറി കാർ അവാർഡ് ചെയ്ത ബ്രാൻഡാണ് വെസ്റ്റീജ്. നിങ്ങൾക്ക് 4 കുടുംബത്തെ സക്സസ്ഫുൾ ആക്കി നമ്മളെ ഡയമണ്ട് ഡയറക്ടർ എന്ന് പറയുന്നുണ്ടാവും. ട്രാവൽ ഫണ്ട് ഒന്നുകൂടിയും ഹൈ ആയി വരുന്ന സാധനം നിങ്ങൾക്ക് 2 ട്രിപ്പ് വർഷത്തിൽ പോകാൻ സാധിക്കും, കുടുംബത്തോടൊപ്പം പോകാൻ സാധിക്കുന്നുണ്ടാവും. അത് 6 കുടുംബത്തെ സക്സസ്ഫുൾ ആക്കിയാൽ നിങ്ങളെ വീട് എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പറ്റും. ഹൗസ് ഫണ്ട് ലഭിക്കുന്നുണ്ടാവും. ഇഷ്ടഭവനം. ഇന്ന് കേരളത്തിൽ തന്നെ ഒത്തിരി ആളുകൾ ബെഡ്റൂമിൽ സ്വിമ്മിംഗ് പൂളുള്ള വീടൊക്കെ ബിൽഡ് ചെയ്തിട്ടുണ്ട് ഹൗസ് ഫണ്ട് ഉപയോഗിച്ചിട്ട്. 8 കുടുംബത്തെ സക്സസ്ഫുൾ ആക്കിയ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന് പറയുന്നുണ്ടാവും. ഇന്ന് നമ്മൾ അഡ്രസ് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി ഇതിലെ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആണ്. 8 കുടുംബത്തെ വിജയിപ്പിച്ചുകൊണ്ട് ഈ 9 വരുമാനം നേടിയിട്ടുള്ള ഒരു ലെജൻഡറി പേഴ്സൺ നമുക്ക് എനിക്ക് ശേഷം പരിചയപ്പെടാൻ സാധിക്കുന്നുണ്ടാവും. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ നമ്മൾ പല ചെലവുകൾ മീറ്റ് ചെയ്യാൻ ഒരു വരുമാനമാണ് നമ്മൾ ആശ്രയിക്കുന്നത്, ശരിയല്ലേ? പക്ഷെ ഇവിടെ നിങ്ങൾ വെസ്റ്റീജിൽ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചാൽ നിങ്ങൾക്ക് പല വരുമാനങ്ങൾ കിട്ടുന്നുണ്ടാവും. ഇന്ന് ഒരു വ്യക്തി, ഒരു സാധാരണ കുടുംബം എന്ത് ചെയ്യും? ലോൺ എടുത്ത് വീട് വെക്കും, ആ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ കാറ് മേടിക്കും. പക്ഷെ ആ ശമ്പളം എന്ത് ചെയ്യും? ഇതെല്ലാം അടവിലേക്ക് പോകുന്ന സമയത്ത് ജീവിതം ദുസ്സഹമാവും. പക്ഷെ വെസ്റ്റീജിൽ നമ്മൾ സിൻസിയർ ആയിട്ട് ആ ഒരു വർക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? കാർ ഫണ്ടും ഹൗസ് ഫണ്ടും ട്രാവൽ ഫണ്ടൊക്കെ നമ്മളെ തേടി ഇങ്ങോട്ട് വരുന്നുണ്ടാവും, നമ്മളെ ബോണസുകളെ യാതൊരു വിധം ബാധിക്കാതെ. അപ്പൊ ശരിക്കും നമുക്ക് ഇവിടെ ശരിയായ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അതാണ് ഇതിന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. അതുകൂടെയാണ് സാധാരണ ലെവലിലെ ആളുകളും ഹൈ പ്രൊഫൈൽ ആളുകളും ഇന്ന് വെസ്റ്റീജിൽ വലിയ രീതിയിലെ സക്സസ്ഫുൾ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്. അത് വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട്, ഹയർ ക്ലാസ് വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട്. ഇന്ന് വിന്നി ടീം ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ അത്തരത്തിൽ 0 to ഹീറോ ആയിട്ടുള്ള ആളുകൾ നിരവധി ആളുകളാണ്. ഇന്ന് വിന്നി ടീമിന്റെ നെക്സ്റ്റ് 22-ാം തീയതി വരുന്ന സെമിനാർ ഉണ്ട്, അതിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെക്കുറിച്ച് എനിക്ക് ശേഷം വരുന്ന ആ ലെജൻഡറി പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാം നമുക്ക് ശരിയായ നമ്മളെ ദൈവ അനുഗ്രഹം നമ്മളെ മുന്നിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ആ അവസരം നമ്മളെ മുന്നിൽ വെസ്റ്റീജിന്റെ രൂപത്തിലൂടെ അതിൽ രക്ഷപ്പെടാൻ വിന്നിട്ട് എന്ന ഓർഗനൈസേഷൻ രൂപത്തിൽ നമ്മളെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? യാതൊരു 0 ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു മുതൽ മുടക്കില്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നം ഉപയോഗിക്കുകയാണ്, അവിടെ എക്സ്പെൻസ്, അവിടെ ചെലവ്, അവിടെ എക്സ്പെൻസ് ഇവിടെ വരവാക്കി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അത് ഇൻവെസ്റ്റ്മെന്റും നമ്മൾ ഇവിടെ ആവുന്നുണ്ടാവും. അതുകൊണ്ട് റിസ്ക് ഇല്ല, അൺലിമിറ്റഡ് ഇൻകം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ഫാമിലി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് വേണ്ട, മുൻപരിചയം വേണ്ട, പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാം. നമ്മളെ കാലശേഷം അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം നമുക്ക് സ്ഥിര വരുമാനം നമുക്ക് നേടുന്ന രീതിയിലേക്ക് മാറാൻ സാധിക്കുന്നുണ്ടാവും. പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ചെയ്യാം, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് തടസ്സം കൂടാതെ ചെയ്യാം. അതോടൊപ്പം പേഴ്സണൽ ഗ്രോത്ത്, ആ പേഴ്സണൽ ഗ്രോത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ പേഴ്സണൽ ഗ്രോത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിനു മുമ്പ് വീട്ടിൽ വിരുന്നുകാർ വന്നാൽ അടുത്ത വീട്ടിൽ പോയി ഇരുന്ന വ്യക്തിയായിരുന്നു ഞാൻ. ഇന്ന്
ഇത്തരത്തിൽ ആളുകളെ നട്ടല് നിർത്തി സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കി തന്നത് വിന്നിംഗ് ടീമും ഈ ഒരു ലീഡർഷിപ്പുമാണ്. ഓക്കെ, ടൈം ഫ്രീഡം, സമയ സ്വാതന്ത്ര്യം. അപ്പോ സമയ സ്വാതന്ത്ര്യം, സാമ്പത്തിക സ്വാതന്ത്ര്യം, ആരോഗ്യ സ്വാതന്ത്ര്യം, ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫ് കളർഫുൾ ആക്കാൻ സാധിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോ നമ്മളെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വെസ്റ്റീജ് ഇന്ന് സുസജ്ജമാണ്. ആ നല്ല വെൽനസ് ഉൽപ്പന്നങ്ങളും ആ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലൂടെ നമുക്ക് ആരോഗ്യ സമ്പത്തും തരാൻ. വിന്നിംഗ് ടീം ഇവിടെ സുസജ്ജമാണ്. നമ്മളെ ഓരോ വ്യക്തികളും ഇത് ശരിയായ രീതിയിൽ കറക്റ്റ് സമയത്ത് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് തെറ്റുകൂടാതെ നമ്മൾ ഇതിൽ വിജയിക്കാനുള്ള സാധനങ്ങൾ കറക്റ്റ് ചെയ്യാൻ നിങ്ങളെ ശരിയായ രീതിയിൽ നിങ്ങളെ ലോക്കൽ ലെവലിൽ ഗൈഡ് ചെയ്യാൻ നിങ്ങൾ ഈ മേഖലയിൽ കൈപിടിച്ച് കൊണ്ടുവന്നിട്ട് റെഡിയാണ്. ചോദ്യം ഒന്നേ ഉള്ളൂ, നമ്മൾ എന്നുള്ള വ്യക്തി അവിടെ ഉണ്ടോ എന്നുള്ളതാണ്. നമ്മൾ എന്നുള്ള വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ ഈ മൂന്നും നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൈപിടിച്ച് ഉയർത്താൻ സുസജ്ജമാണ്. അപ്പൊ ഇതൊരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ്. നമ്മളെ വിദ്യാഭ്യാസം, സാമ്പത്തികം, നമ്മുടെ മുൻപരിചയം, നമ്മൾ ചെയ്യുന്ന ജോലി, അതിലെ വരുമാനം, ഇതൊന്നും തടസ്സമാക്കാതെ ഫാമിലി ആയിട്ട് നമ്മുടെ സമയം നമുക്ക് വിനിയോഗിക്കാം, അല്ല നമുക്ക് തീരുമാനിക്കാം ഏത് സമയം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ഇങ്ങനെയൊക്കെ തീരുമാനിച്ചുകൊണ്ട് ഒരു 3 മുതൽ 5 വർഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളെ മുന്നിലൂടെ പോവുകയാണെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്, അത് വിടണോ പിടിക്കണോ എന്നുള്ളതാണ് ചോദ്യം. പിടിക്കണം എന്നുള്ള വ്യക്തികളാണെങ്കിൽ ഇനി വരുന്ന വ്യക്തി നിങ്ങളെ ശരിയായ രീതിയിൽ സക്സസിലേക്ക് എത്തിക്കുന്നുണ്ടാവും. അത് ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. ഓക്കെ, അദ്ദേഹത്തെ നിങ്ങൾ മനസ്സും ശരീരവും ഇവിടെ അർപ്പിച്ച് നിങ്ങൾ കേൾക്കുക. ഓക്കെ, അതോടൊപ്പം എന്റെ പ്രസന്റേഷൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്ക് ടു മിസ്റ്റർ സെറിമണി. താങ്ക് യു ആർ.കെ. സാർ. വളരെ മനോഹരമായിട്ട്, അത് എനർജറ്റിക് ആയിട്ട്, അതുപോലെ തന്നെ വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഈ ഒരു പ്ലാൻ പ്രസന്റേഷൻ ഏതൊരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ നമുക്കത് പറഞ്ഞു തന്നു. അതിന്റെ സാധ്യതകൾ, അത് നമ്മൾ നേടിയെടുക്കാൻ പറ്റുന്ന, അതിലൂടെ എന്തെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നുള്ളതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ എത്രത്തോളം എളുപ്പമാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം നമുക്ക് ഇന്നൊരു സെഷൻ ചെയ്തെന്നുള്ളത്. താങ്ക് യു ആർ.കെ. സാർ. നിങ്ങളുടെ നന്ദി നമ്മുടെ ചാറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നമുക്ക് അടുത്ത ക്ലോസിംഗ് സെഷന് വരുന്ന വ്യക്തി നമുക്ക് സുപരിചിതനാണ്. ഈ ഒരു മേഖലയിലൂടെ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന ലെവൽ അച്ചീവ് ചെയ്തിട്ടുള്ള നമ്മളെ വരുമാനങ്ങളെല്ലാം, കമ്പനി തരുന്ന എല്ലാ വരുമാനങ്ങളും നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം വരുന്നത് പെരുമ്പാവൂരിൽ നിന്നാണ്. അദ്ദേഹം ഫാമിലി ആയിട്ട്, അതാണ് നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഇതിൽ ഒരു ഫാമിലി ഓറിയന്റഡ് ബിസിനസ് ആണെന്നുള്ളത്. ഇത് ശരിക്കും ബിസിനസ് അല്ല, ഇത് ശരിക്കും നമുക്ക് ലൈഫ് തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാൻ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഞാൻ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുന്നു. നിജു സാർ, പ്ലീസ് ജോയിൻ. ഓക്കെ, താങ്ക് യു ഗീതമ്മ. ഓഡിബിൾ ആണോ? യെസ് സാർ. വിസിബിൾ ആണല്ലേ? ഓക്കെ, തീർച്ചയായും. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. എന്നെ പരിചയപ്പെടുത്തിയ എൻ്റെ പേര് നിജു, വീട് പെരുമ്പാവൂരാണ്. ബേസിക്കലി ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നതിന് മുമ്പ് 17 വർഷം സെയിൽസ് ആൻഡ് മാർക്കറ്റിൽ ജോലി ചെയ്ത വ്യക്തിയായിരുന്നു. ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് എൻ്റെ ലൈഫ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ ഐഡിയ, വോഡഫോൺ, അങ്ങനെ ഒരുപാട് കമ്പനികളിൽ സെയിൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫിലേക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല. ജീവിച്ചില്ലെന്ന് വെച്ചാൽ ജീവിച്ചു, പക്ഷെ നമ്മുടെ സ്വപ്നതുല്യമായ ഒരു ലൈഫൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല. എൻ്റെ വൈഫിന്റെ പേര് സൗമ്യ എന്നാണ്. ആള് 11 വർഷം സ്കൂൾ ടീച്ചറായിരുന്നു. ഞങ്ങൾ ചെയ്യുന്ന ജോലിക്കൊപ്പം ഒരു അധിക വരുമാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചപ്പോഴാണ് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്നത്. ഈ മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങളെ പരിചയപ്പെടുത്തിയ വ്യക്തിയുടെ പേര് ഡബിൾ ക്രൗൺ ഡയറക്ടർ സുരേഷ് കുമാർ PA എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എഴുതിയ ലിസ്റ്റിൽ ഞങ്ങളുടെ പേര് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇരിക്കാൻ പറ്റിയത്. താങ്ക് യു സുരേഷ് കുമാർ സർ. ഈ ഓപ്പർച്യൂണിറ്റി കേട്ടപ്പോ ഇത് വലിയൊരു ബിസിനസ് ആയിട്ട് ഒന്നും കണ്ടിരുന്നു വന്നതല്ല. ഒരുപാട് പ്രാവശ്യം സാർ എന്നെ ഫോളോ അപ്പ് ചെയ്ത് പെട്ടെന്ന് വന്ന ഒരാളൊന്നുമല്ല. ഒരു 90 ദിവസം എന്റെ പുറം ഇങ്ങനെ നടന്നു. നിജൊരു കാര്യമുണ്ട്, കേൾക്കണം എന്ന് പറഞ്ഞപ്പോ പല പ്രാവശ്യമൊക്കെ ഞാനത് എന്താ പറയുക നിരസിക്കുകയും, കാരണം ഞാൻ എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നു. അതിൻ്റെതായ ഫ്രസ്ട്രേഷൻസിലായിരുന്നു. ഇത് എന്നെ രക്ഷപ്പെടുത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇവിടെ ആദ്യമായിട്ട് ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം, അത്ര വലിയ ഡെപ്തായിട്ട് മനസ്സിലായില്ലെങ്കിലും ചെയ്യുന്ന ജോലിക്കൊപ്പം ഒരു അധിക വരുമാനം ക്രിയേറ്റ് ചെയ്യാം, വരുമാനത്തെ ബാധിക്കാതെ ചെയ്യാമെന്ന് കേട്ടപ്പോഴാണ് ഇതിനകത്ത് കടന്നു വന്നത്. പിന്നെ ഞാനൊരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ ആയതുകൊണ്ട് ഈ പ്രോഡക്റ്റുകളൊക്കെ എന്തായാലും വീട്ടിൽ മേടിച്ച് ഉപയോഗിക്കണം. അത് എന്തായാലും നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അത് 10 പേർക്ക് കൊടുത്തിട്ടാണെങ്കിൽ 10,000 രൂപ ഏൺ ചെയ്യാൻ വേണ്ടി വന്നതാണ്. കാരണം ഒരു 10 ലക്ഷം രൂപ കടം എന്നൊരു വലിയൊരു ലയബിലിറ്റി എന്റെ നിലയിൽ ഉണ്ടായിരുന്നു. അത് വലിയൊരു പെയിൻഫുൾ ആയിരുന്നു. അപ്പോൾ അത് തീർക്കാൻ വേണ്ടി ഒരു അഡീഷണൽ ഇൻകം വളരെ അത്യാവശ്യമായിരുന്നു. അതിനു വേണ്ടിയാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. കാരണം അതുവരെ
എന്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യം കഷ്ടപ്പെടണം, ബുദ്ധിമുട്ടണം, ഹാർഡ് വർക്ക് ചെയ്യണം, ഇനിയും മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും രക്ഷപ്പെടാമെന്നൊരു ഒരു മോഹവുമായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു. കുറെ നാൾ കഴിയുമ്പോൾ ആ മോഹത്തിനൊക്കെ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക കളറൊക്കെ മങ്ങി തുടങ്ങി. കാരണം കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, കുടുംബത്തിൽ വലിയ മനസ്സമാധാനം കിട്ടുന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിൽ നമുക്കൊരു നല്ലൊരു അച്ഛനാവാനോ നല്ല ഹസ്ബൻഡ് ആവാനോ നല്ല മകനാവാനോ ഒക്കെ ഒരു പറ്റാത്ത ഒരു ബുദ്ധിമുട്ട്, പലയിടത്തും തല താത്തേണ്ടി വരുന്നു, പലതും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു, പല കടമകളും നിർവഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ പല കടമകൾ നിർവഹിച്ചപ്പോഴാണ് ഈ 10 ലക്ഷം രൂപയുടെ കടം വന്നത്. അപ്പോഴും ഞാൻ എന്നോട് ചോദിക്കുന്ന ചില ചോദ്യം ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് അത് സംഭവിക്കുന്നത്? എനിക്ക് വേറെ ഒരു ദൂർത്തായ ഒരു കാര്യമില്ല, വലിയില്ല, കുടിയില്ല, അങ്ങനെ ഒരു കാര്യമില്ല. എന്റെ ഫാമിലിയാണ് എന്റെ പ്രയോറിറ്റി. എനിക്ക് എന്റെ ഫാമിലി നല്ലോണം നോക്കാൻ വേണ്ടി തന്നെയാണ് ഹാർഡ് വർക്ക് ചെയ്യണത്. പക്ഷെ അത് എത്തിച്ചേരുന്നില്ല. എന്റെ ഒരു ഫ്രണ്ടോ റിലേറ്റീവോ ആരും എനിക്ക് അതിനെ പറ്റി പറഞ്ഞു തന്നിട്ടുമില്ല. ഉപദേശിക്കാൻ പല ആൾക്കാരും വന്നിട്ടുണ്ട്, അത് ശരിയാവുന്നില്ല, ഇത് ശരിയാവുന്നില്ല പറയുന്നുണ്ടെങ്കിലും അത് പിന്നെ കാശ് കൊടുക്കുന്നില്ല. ഉപദേശത്തിന് വായൊന്നും ഫ്രീ ആയിട്ട് ഇടുന്ന കാര്യങ്ങളല്ലേ. പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് എന്റെ മീറ്റിംഗ് കേട്ടപ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്കൊരു വെളിപാടുണ്ടായി. കാരണം ജീവിതത്തിൽ വിജയിക്കുന്ന ആളുകൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ എന്താണ് ചെയ്യുന്നത്. അതാണ് ആർ.കെ. തിരൂർ വളരെ മനോഹരമായിട്ട് ആ പ്ലാൻ പ്രസന്റ് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യം. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമുക്കൊരു പാസീവ് ഇൻകം വേണം. നമ്മുടെ ആബ്സെൻസിലും വരുമാനം ക്രിയേറ്റ് ചെയ്യുന്ന ഇൻകം സോഴ്സ് വേണം. നമ്മുടെ സമയവും നമ്മുടെ എഫേർട്ടും ലിവറേജ് ചെയ്യപ്പെടണം. പക്ഷെ അതിന് ഏറ്റവും നല്ല വഴി എന്താണ്? അത് ജോലി ചെയ്താൽ കിട്ടത്തില്ല. അത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ബിസിനസ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. പക്ഷെ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ റിസ്ക്, അതുമായി ബന്ധപ്പെട്ട ഒരു ഐഡിയ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ആരും എന്നെ സപ്പോർട്ട് ചെയ്യും. കാരണം ഒരു 17 വർഷം ജോലി ജീവിതം കൊണ്ട് ഒരു രൂപ എന്റെ കയ്യിലില്ല ഇൻവെസ്റ്റ് ചെയ്യാൻ. രണ്ടാമത്തെ കാര്യം, എന്റെ ഫാമിലി ആരും ബിസിനസ്സുകാരില്ല. എനിക്ക് ഒരു ഐഡിയ എന്റെ മുമ്പിലില്ല. അത് മാത്രമല്ല, ഓൾറെഡി കുറച്ച് ലയബിലിറ്റീസ് ഉള്ളതുകൊണ്ട് ഇനി റിസ്ക് എടുത്തൊരു കടം മേടിച്ചിട്ട് ഒരു ബിസിനസ് ചെയ്യാന്ന് കരുതിയാൽ ഇനി വീണ്ടും ഒരു ബുദ്ധിമുട്ടാവും എന്നുള്ള പേടി, ഒരു റിസ്ക്, ഒരു ഇൻസെക്യൂരിറ്റി എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഇന്ന് നമ്മൾ ഓരോ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുമ്പോഴും ആരെങ്കിലും ഒക്കെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നുണ്ട്, അവർ സ്വപ്ന തുല്യമായ ജീവിതം നയിക്കുന്നുണ്ട്. അത് നമ്മുടെ പണം കൊണ്ട് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് നമ്മൾ മേടിച്ച് ഉപയോഗിക്കുന്നു. ആ ഒരു തിരിച്ചറിവാണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുന്ന രീതി മാറിയാൽ ആരോഗ്യവും സമ്പത്തും ഒരുപോലെ കിട്ടുന്ന ഒരു ബ്യൂട്ടിഫുൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഞാനിതൊരു 8 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഇതൊരു ഗവൺമെന്റ് അംഗീകരിച്ച ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി ഒന്നും ആയിരുന്നില്ല. പക്ഷെ ഒരുപാട് പേരുടെ, അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് നിൽക്കുന്ന ഏതൊരു വ്യക്തിയെയും ഒരു അസാധാരണ വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരുപാട് പേരുടെ പ്രാർത്ഥന നേടുന്ന ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ടായിരിക്കാം ഇന്ന് കേരള ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും ഇതൊരു ബിസിനസ് മോഡലായിട്ട് നിയമപരമായിട്ടൊരു സപ്പോർട്ടും ഒരു എൻകറേജും എന്താ പറയുക ഗവൺമെന്റ് സപ്പോർട്ടും കിട്ടി. എന്തുകൊണ്ടാണ്? ഒന്ന്, ഇന്ന് ഗവൺമെന്റ് ഫേസ് ചെയ്യുന്ന ഓരോ വ്യക്തികളും, നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ ഇന്ന് ലോകത്തിലെ രാജ്യങ്ങളും ഫേസ് ചെയ്യുന്ന സാമ്പത്തിക പ്രശ്നമാണ്. സാമ്പത്തിക പ്രശ്നം കൂടുന്നു, തൊഴിലില്ലായ്മ കൂടുന്നു. പിന്നെ ഈ നാട്ടിലുള്ള ആളുകൾക്ക് മുഴുവൻ ഈ ആരോഗ്യ പ്രശ്നം വന്നാൽ ഈ നാടിന്റെ അവസ്ഥ എന്താവും? അപ്പൊ നാടിന് വേണ്ടതും നമുക്ക് വേണ്ടതും ആരോഗ്യ സമ്പത്താണ്. അത് ഒരേ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നുണ്ടെങ്കിൽ, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട്, പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ലാണ്ട്, വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമില്ലാതെ, ജാതിയും മതവും നോക്കാതെ ഒരു യൂണിറ്റിലൂടെ ഒരു കൾച്ചർ ബിൽഡ് ചെയ്തുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരികയാണെങ്കിൽ നല്ല കാര്യമല്ലേ? അപ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ കാര്യം മനസ്സിലായ കാര്യം, ഇൻഡസ്ട്രി പവർഫുൾ ആണ്, എന്തിനേക്കാളും കൂടുതൽ വളരുന്നുണ്ട്. ഇന്ന് നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം, ഇന്ന് ഒരാളുടെ മുമ്പിൽ തല കുനിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇന്നൊരു MBA ഒരു സബ്ജക്റ്റ് ആണ്. ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോയാൽ അതിനകത്ത് എന്താണ് ജോലി എന്ന് ചോദിക്കുമ്പോൾ ജോബ്, സെൽഫ് എംപ്ലോയ്മെന്റ്, ബിസിനസ്, അതിന്റെ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് MLM. എന്തുകൊണ്ടാണ്? അത് അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പൊ അതിനകത്ത് ഏറ്റവും പ്രൗഡായിട്ട് എനിക്ക് പറയാൻ പറ്റിയൊരു കാര്യം എന്താ അറിയാമോ? ദ വെസ്റ്റീജ് ആൻഡ് ദ വിന്നിംഗ് ടീം, ദ റൈറ്റ് കോമ്പിനേഷൻ. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇന്ത്യയിലെ നമ്പർ 1 മോസ്റ്റ് ട്രസ്റ്റഡ് ഡയറക്ട് സെല്ലിംഗ് ബ്രാൻഡായ വെസ്റ്റീജും ഇന്ന് ജനങ്ങളെ എങ്ങനെ വിജയിക്കണമെന്ന്, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം, വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ വിജയിക്കാൻ പറ്റിയ ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം, വിജയിച്ച ആളുകൾ നയിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. നമുക്കൊരു വഴി വെട്ടേണ്ട കാര്യമില്ല. നല്ല വിജയിച്ച ആളുകൾ വഴി വെട്ടിപ്പോയ ഒരു മഹത്തരമായ പാതയിലൂടെ നടക്കാനും നമ്മളെ വിശ്വസിച്ച് കൂടെ വന്നവരെ കൈപിടിച്ച് നടത്താനുള്ള ഒരു വ്യക്തമായ ഒരു ഉദ്ദേശവും നമുക്ക് എവിടെ എത്തിച്ചേരണമെന്ന് വ്യക്തമായിട്ട് ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഇന്ന് ഇതിനേക്കാൾ വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടാനില്ല എന്നുള്ളതാണ്. എന്നാലോചിച്ച് നോക്കി, ഇതിലൂടെ വന്നിട്ട് ഞാനൊരു ഏകദേശം ഒരു ഡിഗ്രി വരെ പഠിച്ച ഒരാളാണ്. അത് കഴിഞ്ഞ് 17 വർഷം ജോലി. എല്ലാവരും അങ്ങനെ തന്നെയല്ലേ? ഇന്ന് ആലോചിച്ച് നോക്കിയേ, KG മുതൽ PG വരെ പഠിക്കുന്നു. പക്ഷെ എന്ത് ജോലി കിട്ടുന്നു? ഇനി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയ ആളുകളൊക്കെ ജോലി മേടിച്ചാൽ തന്നെ അത്ര നാളും വളർത്തി വലുതാക്കിയ പേരൻസിനെ വിറ്റ് വിദേശത്ത് പോകുന്നു. തിരിച്ചു വരുന്നൊരു ഉറപ്പില്ല. ആരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്? പേരൻസിനെ നോക്കാൻ പറ്റുന്നില്ല, മക്കളെ നോക്കാൻ വേണ്ടി പറ്റുന്നില്ല, ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഇല്ല, സ്വസ്ഥതയില്ല, മനസ്സമാധാനവും ഇല്ല. സത്യം പറഞ്ഞൊരു മഴ പെയ്യുമ്പോൾ സ്വസ്ഥമായിട്ടൊരു കട്ടൻ ചായ കുടിക്കാൻ പോലും സ്വസ്ഥത ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്കില്ല. എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായ കാര്യം, ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ്. മനുഷ്യർക്ക് മാത്രമേ ഡ്രീംസ് ഉള്ളൂ. അത് എൻജോയ് ചെയ്യാനുള്ളതാണ്. അത് എൻജോയ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം വേണം. അതിൽ ഇന്ന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്.
എനിക്ക് ഈ ബിസിനസ്സിലേക്ക് വന്നിട്ട് ആദ്യത്തെ മാസം കിട്ടിയ വരുമാനം 465 രൂപയാണ്. രണ്ടാമത്തെ മാസം 3500 രൂപ. മൂന്നാമത്തെ മാസം 21,000 രൂപ ബ്രോൺസ് ഡയറക്ടർ. സുഹൃത്തെ, ഞാൻ പറയുന്നത് 8 വർഷം മുമ്പാണ്. കമ്പനിക്ക് ഇത്തരം പ്രോഡക്റ്റുകളില്ല, ഇത്ര ഓഫേഴ്സ് ഇല്ല, ഇത്തരം വിജയിച്ച ആളുകളില്ല. പക്ഷെ നാലാമത്തെ മാസം ബ്രോൺസ് ഡയറക്ടറിൽ നിന്ന് നേരെ സ്റ്റാർ ഡയറക്ടർ 54,000 രൂപ വരുമാനം. ഞാനും സൗമ്യയും ജോലിക്ക് പോകുമ്പോൾ രണ്ടുപേരുടെ സാലറി കൂട്ടി വെച്ചാൽ പോലും കിട്ടത്തില്ലായിരുന്നു 54,000 രൂപ. ഞാൻ ജോലി റിസൈൻ ചെയ്തു. ഫുൾ ടൈം ആയിട്ട് ഞാൻ സൗമ്യ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി. പക്ഷെ ഒരു കാര്യം, ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടും ജോലി റിസൈൻ ചെയ്ത് ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം എടുത്ത തീരുമാനം വെസ്റ്റേജ് ഫുൾ ടൈം ചെയ്യാന്ന് മാത്രമല്ല, ഇനി മേലിൽ ഒരു ജോലിക്ക് പോകില്ല എന്നുള്ളതായിരുന്നു. കാരണം എന്താ, 17 വർഷം 20 വയസ്സ് മുതൽ 37 വയസ്സ് വരെ ചോര നീരാക്കി പണിയെടുത്തിട്ട് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റാണ്ടിരുന്നത് ആ ജോലി ഒരു എന്താ പറയാ സ്ലോ പോയിസൺ ആയിരുന്നു എന്ന് മനസ്സിലായപ്പോഴാണ്. അതൊരു അടിമത്തമാണ്. യെസ് ബോസ് പറയണം, സ്വന്തം ആത്മാഭിമാനം നഷ്ടപ്പെട്ട് മുന്നോട്ട് പോകണം. ഇത് അത്ര നാൾ ഞാൻ 17 വർഷം മറ്റാരുടെയോ സ്വപ്നങ്ങൾക്ക് വേണ്ടി പണിയെടുത്തു. ഇനി എന്റെ സ്വപ്നങ്ങൾക്കും എന്റെ കുടുംബങ്ങൾക്കും വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഓൺടർപ്രണർഷിപ്പ്, സ്വന്തമായ ഒരു ബിസിനസ്, 9 രാജ്യങ്ങളിൽ ചെയ്യാൻ പറ്റിയ ബിസിനസ്, ഈ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റിയ ബിസിനസ്. അങ്ങനെ ആ ഒരു 3 വർഷം ചെയ്യുന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, സാധാരണ രീതിയിൽ ഒരു ആള് ഒരു ഡിഗ്രി കഴിഞ്ഞ് പുറത്തേക്ക് വന്നാലേ ഒരു 10,000 രൂപ സാലറി കിട്ടുന്ന ഒരു ജോലി കിട്ടത്തുള്ളൂ. പക്ഷെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന് 3 വർഷം കഴിഞ്ഞപ്പോ എന്റെ ഹയസ്റ്റ് വരുമാനം 2,32,000 രൂപ ഒരു മാസം. എറണാകുളം ജില്ലയിൽ താമസിക്കുന്ന നിജുവിന് കിട്ടിയത് വരുമാനം അതാണ്. അന്ന് എറണാകുളം ജില്ലയിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ജോലിക്കാരനായിട്ടുള്ള IAS ആയിട്ടുള്ള ഈ എറണാകുളം ജില്ലാ കളക്ടർക്ക് അത്ര സാലറി ഉണ്ടായിരുന്നില്ല. അത് നിജുവിന്റെ കഴിവല്ല. ദ പവർ ഓഫ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്, ദ പവർ ഓഫ് വെസ്റ്റേജ്, ദ പവർ ഓഫ് വിന്നിംഗ് ടീം, ഈ കൂട്ടായ്മയുടെ ബലം. കാരണം എന്താണ്, ഈ മേഖലയിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ലെജൻഡറി ആയിട്ടുള്ള ലീഡേഴ്സ് നമ്മൾ നയിക്കുന്നു. ഭരതേട്ടനെ പോലെ, ജ്യോതിഷ് കുമാർ സാറിനെ പോലെ, അല്ലെങ്കിൽ സുരേഷ് സാറിനെ പോലെ, അല്ലെങ്കിൽ സുധീഷ് മർനാറിനെ പോലെ, വെങ്കടേഷ് സാറിനെ പോലെ വിജയിച്ച് നമ്മളെയും കൈപിടിക്കുന്ന ആൾക്കാരുടെ കൂടെ നിൽക്കാനുള്ള ഒരു തീരുമാനം എടുത്തു എന്നുള്ള ഏറ്റവും വലിയ കാര്യം. പക്ഷെ തുടക്കം അത്ര ഈസി ആയിരുന്നില്ല. എപ്പോഴൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട് ഇട്ടെറിഞ്ഞ് ഓടിപ്പോണെന്ന്. പക്ഷെ ആ ഇട്ടെറിഞ്ഞ് ഓടിപ്പോണെന്ന് തോന്നുമ്പോഴും എന്റെ മനസ്സിനോട് ഞാൻ ചോദിച്ച ചോദ്യമുണ്ട്, എന്തിനു വേണ്ടി അവിടെ വന്നേ? 17 വർഷം ജോലിയായിട്ട് കോടീശ്വരനായിട്ട് എന്റർടൈൻ ചെയ്യാൻ വേണ്ടി വന്നല്ലോ. ലൈഫ് വഴി മുട്ടിയപ്പോ, ആത്മഹത്യയെ പറ്റി ചിന്തിച്ചപ്പോ ഒരു ദൈവം തന്നെ ഒരു കച്ചിതിരുമ്പാണ്. ഈ 17 വർഷം മറ്റവർക്ക് വേണ്ടി ജോലി ചെയ്തപ്പോൾ ഒരു പരിഭവം ഉണ്ടായിട്ടില്ല. ഇത് എന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നു. അതൊരു സ്വന്തമായിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഉന്താനം തള്ളാൻ ആൾക്കാരില്ല, ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ പെയിൻ ബിസിനസ്സുകാരനില്ല. പക്ഷെ ഇവിടെ എന്താ കാര്യം, ഞാൻ തന്നെ മുന്നോട്ട് പോകണം, ഒരു സെൽഫ് ഡിസിപ്ലിൻ പാലിക്കണം. ആദ്യമായിട്ട് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് 17 വർഷത്തെ ജോലി ജീവിതം എനിക്കൊരു ഒരുപാട് ഈഗോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം സുരേഷ് കുമാർ സാർ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ എന്തിനു വേണ്ടി ആ വ്യക്തി പറഞ്ഞ കേൾക്കണം? ഞാൻ എത്രയോ നല്ല കമ്പനിയിൽ വർക്ക് ചെയ്തതാണ്. വലിയ പണക്കാരനായില്ലെങ്കിലും വലിയ പണിക്കാരനായി എന്നുള്ളൊരു ജാടയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ട്. അത് എവിടെയുണ്ട്? സ്കൂളിൽ കുട്ടികൾ പോകുന്നതിന് സിസ്റ്റം ഉണ്ട്, അല്ലെ? അതൊരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുമ്പോൾ സിസ്റ്റം ഉണ്ട്. അതിപ്പോ ഏത് മേഖല എടുത്തു നോക്കില്ല, MBBS ഡോക്ടർ ആവണമെങ്കിൽ സിസ്റ്റം ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട്. കാരണം വാഴ നടന്ന പോലെയല്ല, എന്താ പറയാ, തെങ്ങ് നടണ. രണ്ടും രണ്ട് രീതി. കൃഷിയൊക്കെ ഒന്നാണ്, പക്ഷെ സിസ്റ്റം വേറെയാണ്. ആ സിസ്റ്റം എന്താണെന്ന് എനിക്ക് മനസ്സിലായപ്പോഴാണ് അത് ബിസിനസിന്റെ ഏറ്റവും വലിയൊരു സീക്രട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഡ്യൂപ്ലിക്കേഷൻ ആണ്. സാധാരണ ഒരു ബിസിനസ്സിലോ ജോലിയിലോ നമ്മളെക്കായും കഴിവുള്ള ഒരാൾ നമ്മുടെ കൂടെ വന്നാൽ നമ്മുടെ ജോലി നഷ്ടപ്പെടുന്നു, നമ്മുടെ കരിയർ ബ്ലോക്ക് ആവുന്നു. പക്ഷെ ഇവിടെ നമ്മളെക്കായും കഴിവുള്ള ആൾക്കാർ നമ്മുടെ കൂടെ വരുമ്പോൾ നമ്മുടെ ബിസിനസ് പറക്കുന്ന ഒരു ബിസിനസ്സാണ്. ഒരു സാലറി പോലും കൊടുക്കണ്ട, മറ്റുള്ളവരുടെ സ്വപ്നങ്ങളും എഫേർട്ടും നമ്മുടെ അസറ്റായിട്ട് മാറുന്ന. ഇന്ന് നമുക്ക് ചിലപ്പോൾ ഒരു ഗൾഫിൽ ഒരു ഫ്രണ്ട് ഉണ്ടാവണമെന്നില്ല, പക്ഷെ നമ്മുടെ കൂട്ടുകാരൻ ഗൾഫിൽ പല്ലി വെച്ചാലും നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരുന്ന ഏത് ബിസിനസ് ആണോ ഉള്ളത്, ഒരു ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ അത്ര പവർഫുൾ ആയ ഒരു ബിസിനസ് ആണ് അത്. പിന്നെ ഒരു പ്രത്യേകത, വില കൂടിയ സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. ഇത് പഠിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ടതാണ്. വളരെ സിമ്പിൾ ആയ സിസ്റ്റം അല്ലേ? ആദ്യമായിട്ട് ഞാനൊരു ഈ ബിസിനസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, എനിക്ക് വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയത് വലിയ മീറ്റിംഗ്സും ട്രെയിനിങ്സും അറ്റൻഡ് ചെയ്തപ്പോഴാണ്. പെരുമ്പാവൂർ എന്നൊരു എന്താ പറയാ ഒരു മാർക്കറ്റിലാണ് ഞാൻ ജീവിക്കുന്നത്. പെരുമ്പാവൂർ DLCPന്റെ മീറ്റിംഗ് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഒരു 100 പേരുടെ ലിസ്റ്റ് എഴുതി പെരുമ്പാവൂർ ടൗണിലേക്ക് ഇറങ്ങിയപ്പോ എന്നെ കളിയാക്കിയ ആളുകളാണ്. ശരിയാവില്ല എന്ന് പറഞ്ഞു, ഞാൻ പരാജയപ്പെടുന്നു പറഞ്ഞു, തളർത്താൻ വന്നു, പരിഹസിച്ചവരുണ്ട്, എനിക്ക് കള്ളക്കെടുത്താന്ന് പറഞ്ഞു. പക്ഷെ 10 ലക്ഷം രൂപ കട എന്റെയാണ്, എന്റെ കുടുംബമാണ് പരിപാടിയാവാൻ വേണ്ടി പോകുന്നത്. അവരുടെ വാക്ക് ഞാൻ കേൾക്കേണ്ട കാര്യമില്ല, അത് അവരുടെ അഭിപ്രായം പറഞ്ഞു. എന്റെ സ്വപ്നങ്ങളൊന്നും ഒരുത്തിനും കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. മുന്നോട്ട് പോയി. ഒരുപാട് നാളുകൾ ഇവിടെ ഫാസ്റ്റ് ഓഡിറ്റോറിയത്തിൽ വാടകയ്ക്ക് റൂം എടുത്ത് ചുമ്മാ ഫീസും കൊടുത്തുകൊണ്ട് ഒരാൾ പോലും ഇല്ലാണ്ട് എത്രയോ വെള്ളിയാഴ്ചകൾ തള്ളി നീട്ടി മുന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷെ തീക്ഷ്ണമായ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനു പറ്റിയ ആളുകളും അതിനു പറ്റിയ സാഹചര്യം യൂണിവേഴ്സ് കൊണ്ടുതരും.
ഈ കോവിഡിന് മുമ്പ് 200 വരെ മീറ്റിംഗ് പെരുമ്പാവൂർ നടത്തിയിട്ടുണ്ട്. കോവിഡ് എല്ലാവർക്കും ബിസിനസ് താഴേക്ക് പോയിട്ടുണ്ട്. അംബാനിക്ക് സംഭവിച്ചിട്ടില്ലേ? എത്ര പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്? എനിക്ക് ലാഭം കുറഞ്ഞെന്നുള്ളൂ, നഷ്ടമൊന്നും വന്നിട്ടില്ല. ഈ പെരുമ്പാവൂർ ചൊവ്വാഴ്ച CEO നടക്കുമ്പോൾ എന്റെ കൂടെ നിൽക്കുന്നവർ ചോദിച്ചറിയാൻ പറ്റും. കൂടി വന്ന ഈ ഒരു 8 വർഷം കൊണ്ട് ഒരു 5 or 6 അല്ലെങ്കിൽ കൂടി വന്നൊരു 10 മീറ്റിങ്ങിന് ഞാൻ പോയിട്ടുണ്ടാവില്ല. ബാക്കി എല്ലാം ഞാനുണ്ട്. അതുകൊണ്ട് ഈ ബിസിനസ്സിൽ നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങൾ നിയറസ്റ്റ് ആയിട്ട് നിൽക്കുന്ന വീക്ക്ലി COയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അത് നിങ്ങളുടെ ഓഫീസാണ് സുഹൃത്തെ, അത് നിങ്ങളുടെ ചാർജിങ് സ്റ്റേഷനാണ്. കാരണം പുറത്തേക്ക് പോകുമ്പോൾ ഈ മേഖല എന്താണെന്ന് അറിയില്ലാത്ത, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് അറിയില്ലാത്ത കുറെ ആൾക്കാർ നമ്മൾ നെഗറ്റീവ് ആക്കാൻ പറയും. ചിലപ്പോൾ നമ്മൾ വിജയിക്കും എന്ന് കരുതിയപ്പോൾ ചിന്തിച്ചതായിരിക്കാം, എന്തുമാവട്ടെ. പക്ഷെ ആ ചാർജ് ഇറങ്ങി പോകുമ്പോ ഈ കൂട്ടായ്മയിലേക്ക് വന്ന് വീണ്ടും ചാർജ് ചെയ്ത് പ്രതീക്ഷകൾക്ക് ഒന്നും കൂടി നമ്മൾ എന്താ ചെയ്യുക, ഡയമണ്ട് പോളിഷ് ചെയ്യണ പോലെ പോകാൻ വേണ്ടി COയിൽ നമ്മൾ പങ്കെടുക്കണം. എല്ലാ മീറ്റിംഗ്സും ട്രെയിനിങ്സും CNP പ്രോഗ്രാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വിന്നിംഗ് ടീമിന്റെ പ്രോഗ്രാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അപ്ലയൻസുമായിട്ടുള്ള പ്രോഗ്രാംസ് ആയിക്കോട്ടെ, ലീഡർഷിപ്പ് ട്രെയിനിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആയിക്കോട്ടെ, എല്ലാ മീറ്റിംഗ്സും ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യണം. അതിന് ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ വരുന്ന നവംബർ 22-ാം തീയതി വിന്നിംഗ് ടീം കേരളയുടെ ഒരു അച്ചീവേഴ്സ് മീറ്റ് തൃശ്ശൂർ നടക്കാൻ വേണ്ടി പോകുന്നു. ഒരു മാമാങ്കമാണ് സുഹൃത്തെ. അവിടെ വന്ന് കാണ്. ഒന്നുമില്ലായ്മ ഒരുപാട് നേടിയ ആൾക്കാർ അവിടെ കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് പൊസിഷനിൽ നിന്ന വ്യക്തികൾ, ഈ ബിസിനസ് റിട്ടയർ ചെയ്ത് ഭരതേട്ടനെ കാണാൻ വേണ്ടി പറ്റും. സ്വന്തം മകനെ ഈ ബിസിനസ് കൈ കൊടുത്തിട്ട് അടുത്ത ജനറേഷൻ ബിസിനസ് ചെയ്യുന്ന സുധീഷ് മർണാനെ കാണാൻ വേണ്ടി പറ്റും. സയന്റിസ്റ്റായിട്ട് ജോലി റിസൈൻ ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്ന ജ്യോതിഷ് കുമാർ സാറിനെ കാണാൻ പറ്റും. KSEBിലെ എഞ്ചിനീയർ എന്തുകൊണ്ട് ഈ ബിസിനസ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കഴിഞ്ഞ 1 വർഷം കൊണ്ട് 1.5 വർഷം കൊണ്ട് വലിയ വിജയങ്ങൾ പോയത്, കാറ് മേടിച്ച വിദേശ യാത്രകളിൽ പോയ ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റും. അപ്പോ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുന്നുണ്ടാവും. നമ്മൾ അവിടെ ഉണ്ടാവുക എന്ന് മാത്രമല്ല, നമുക്ക് എത്ര രൂപ വരുമാനം വേണം? 1 ലക്ഷം രൂപ വരുമാനം വേണോ? ഒരു 6 പേരെ വിളിച്ചുകൊണ്ട് പോകും സുഹൃത്തെ. ഒരു 50,000 രൂപ വരുമാനം വേണോ? ഒരു 4 പേരെ വിളിച്ചുകൊണ്ട് പോകും. 4 ലക്കിലായിട്ട് ആൾക്കാരെ. അതിന് ഇതുവരെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് ഇപ്പൊ പ്ലാൻ ചെയ്യണം. ഇനിയുണ്ട് ദിവസം. കാരണം നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റിയ ഒരു ഒരുത്തൻ എവിടെയോ ഉണ്ട്. അവിടേക്ക് പോകണമെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ ജീവിതവും സ്വപ്ന ജീവിതവും തമ്മിൽ ഒരു കണക്ടിവിറ്റി വേണം. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, എല്ലാവർക്കും സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നേരാത്ത കാര്യം എന്താണ്? ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ ജീവിക്കുന്നു. ഞാൻ പഠിച്ചത് ഒരു ഗവൺമെന്റ് സ്കൂളിലല്ലേ, അച്ഛനും അമ്മ മോശമല്ലേ, വിദ്യാഭ്യാസം ഇല്ലല്ലോ, അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതൊരു യഥാർത്ഥ ജീവിതമാണ്. സ്വപ്നമുണ്ട്. ചില ആൾക്കാർ സ്വപ്നം കാണുന്നുണ്ട്, ബെൻസ് മേടിക്കണം, BMW വേണം, ഒരു ചായ കുടിക്കാൻ പോലും കയ്യിൽ കാശ് പോലും ഒരു മണിക്കിട്ട് പോകത്തുമില്ല. അതൊരു ലേസി അംബീഷ്യസ് ആണ്. ഇത് ആഗ്രഹമുണ്ട്, ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഈ 2 ജീവിതവുമായി വെച്ചിട്ട് ഒരു പാലം നമ്മൾ ബിൽഡ് ചെയ്യണം. അത് ബിൽഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു പ്ലാറ്റ്ഫോം വേണം. സച്ചിന് ക്രിക്കറ്റ് ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു, മമ്മൂട്ടിക്ക് അഭിനയം ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ടല്ലേ മമ്മൂട്ടി ഈ ഒരു അസുഖം അത് തിരിച്ചു വന്ന് നമുക്ക് കണ്ടോ? ഒരു സിനിമയിലെ ഒരു നായകൻ ഒരു ഇതിലല്ലേ എയർപോർട്ടിൽ തിരിച്ചു വന്നു. എന്തുകൊണ്ടാ? അയാളുടെ പാഷൻ സിനിമയാണ്. മെഗാസ്റ്റാർ ആയിട്ട് നിൽക്കണം, അതിനുവേണ്ടി എന്തും ചെയ്യും. അപ്പൊ പക്ഷെ നമ്മുടെ പ്ലാറ്റ്ഫോം എന്താണ്? നമ്മൾ പറയുന്നുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ടെക്നോളജി യുഗമാണ്, AI വന്നു. പക്ഷെ എന്ത് കാര്യം നമുക്കുണ്ട്? നമുക്കെന്ത് ഗുണമുണ്ട്? നമുക്ക് ഗുണമുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ, അതാണ് വെസ്റ്റീജ് ആൻഡ് വിന്നിംഗ് ടീം. ഇതിനേക്കാൾ വലിയൊരു ഓപ്പർച്യൂണിറ്റി എവിടെ കിട്ടും? ആരോഗ്യം സംബന്ധിച്ചുകൊണ്ട് ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആരോഗ്യത്തിലാണ്. അവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് ആരോഗ്യ സൗന്ദര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു സെലിബ്രിറ്റി ആവാൻ പറ്റുന്ന, ഹൈലി റെക്കഗ്നേഷൻ കിട്ടുന്ന, ഒരുപാട് പേരുടെ കുടുംബത്തിലേക്ക് വരുമാനം എത്തിച്ചുകൊണ്ട് ഒരുപാട് പേരുടെ പ്രാർത്ഥനയിൽ ഭാഗമായിട്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യം എന്താണ്? മറ്റുള്ള ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പേരൊന്ന് പറയുക, ഒരു 10 പേര് ചിരിക്കുമ്പോൾ അതിനൊരു കാരണമായി മാറാൻ വേണ്ടി പറ്റുക. അതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഏറ്റവും വലിയ പുണ്യം. എത്ര കോടി സമ്പാദിച്ചാലും അത് അനുഭവിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയുണ്ടെങ്കിൽ അത് നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റും. ഇതുവരെ നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇതുവരെ എന്റെ ഇത് സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല എന്നെങ്കിൽ, മൈ ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ്സ് എ ഡിവൈൻ ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് ലെവലിൽ എത്താൻ വേണ്ടി പറ്റും. അതുകൊണ്ട് നമ്മൾ ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ ലീഡേഴ്സ്, നിങ്ങളുടെ ആക്റ്റീവ് അപ്ലൈന്റെ കൈ മുറുകെ പിടിക്കും. കാരണം അവര് നിങ്ങൾ കൈവിട്ടാൽ അവർ കൈവിടത്തില്ല. കാരണം എന്താ? നമുക്ക് വരുമാനം കിട്ടുമ്പോഴേ അവർക്ക് വരുമാനം കിട്ടുള്ളൂ. എന്നിട്ടൊരു ടീമിനെ ബിൽഡ് ചെയ്യൂ. വെസ്റ്റീന്റെ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂട്ടൂ. ഒരു 5 വർഷത്തെ ടാർഗറ്റ് 2030 ആകുമ്പോൾ നിങ്ങൾ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യൂ. എന്റെ ഒരു പ്ലാനിംഗ് എന്ന് പറഞ്ഞതാണ് 2030 ആകുമ്പോൾ എനിക്ക് ഏകദേശം ഒരു 50 വയസ്സാവും, ഞാൻ റിട്ടയർ ചെയ്യും. എന്റെ കുഞ്ഞിന് 20 വയസ്സാവും. അവൾ ശരിക്കും പറഞ്ഞാൽ അവളുടെ വളർച്ച എനിക്ക് എൻജോയ് ചെയ്യണം. ഞാൻ സോമി ഈ ബിസിനസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ റീസൺ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയാണ്. അവൾ 10ലാണ് പഠിക്കുന്നത്. അവളെ നല്ലോണം പഠിപ്പിക്കണം. കല്യാണം കഴിപ്പിക്കാനൊന്നും അല്ല കേട്ടോ, കല്യാണം കഴിക്കണമെന്ന് അവള് തീരുമാനിക്കട്ടെ. പക്ഷെ തീരുമാനമെടുക്കാനുള്ള ഒരു വിവരം വിദ്യാഭ്യാസം ഞാൻ കൊടുക്കും. പക്ഷെ അവള് നാളെ വിദേശത്ത് പോയി തിരിച്ചു വരുമ്പോ ഒരു ജോലിക്ക് വേണ്ടി വിദേശത്ത് വിടാൻ ഞാനും സൗമ്യം തയ്യാറല്ല. അപ്പൊ അവള് ചോദിക്കും, അച്ഛൻ ഞാൻ എന്ത് ജോലി ചെയ്യണം? അപ്പൊ ഞാനും സൗമ്യം പറയും, നിനക്ക് വേണ്ടി ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കി വെച്ചിട്ടുണ്ട്. അതിന് എവിടെ നിന്ന് നിജുവിന് ധൈര്യം കിട്ടി? അതിന് ധൈര്യം കിട്ടി ഭരതേട്ടന് സുധീഷുമാണ്. ഗൗതം പാലി സാറ് മകനായ യുവരാജ് വാലിക്ക് കൈമാറി.
സർവാഗ്യ ബെറിൽ എന്ന് പറയുന്ന ഒരാള് അച്ഛനെ പിന്തുടരുന്നു. വൈ നോട്ട്? എന്തുകൊണ്ട് നിജുവിന് പറ്റുന്നില്ല? നിജുവിന് പറ്റും. ഒരാള് കാറ് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആര് തളർത്തിയാലും തളരില്ല എന്നൊരു തീരുമാനം. കാരണം ജീവിതം എന്റെയാണ്. എന്നെ ഡിപ്പെൻഡ് ചെയ്യണ എന്റെ കുടുംബത്തിന് ഈ ലോകത്ത് വേറെ ആരും ഒന്നും കൊണ്ട് കൊടുക്കില്ല. കാരണം അത് എന്റെ സന്തോഷമാണ്. കാരണം എന്റെ അമ്മ സന്തോഷമായിട്ടിരിക്കണം, എന്റെ വൈഫ് സന്തോഷമായിരിക്കണം, എന്റെ കുഞ്ഞുങ്ങൾ അതിന് ഒരു വഴിയുള്ളൂ. എന്താണെന്നറിയോ? കുറെ ആളുകൾ സന്തോഷമായിട്ടിരിക്കണം. അതിന് വേറെ എന്ത് വഴിയാണുള്ളത്? അതിന് ഒരേ ഒരു വഴിയുള്ളൂ. ഇത് നമ്മൾ സീരിയസ് ആയിട്ട് കാണുക. നിങ്ങൾ കുടുംബത്തെ നിങ്ങൾ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് സീരിയസ് ആയിട്ട് കാണണം. എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടി പറ്റട്ടെ. നമുക്ക് 22-ാം തീയതി നമുക്ക് എല്ലാവർക്കും അടിപൊളിയായിട്ട് കാണാം. അത് കഴിയുമ്പോൾ തന്നെ വെസ്റ്റീജിന്റെ അവാർഡ് ഫംഗ്ഷൻ വരുന്നു. അതുപോലെ കേരളത്തിൽ ആദ്യമായിട്ട് വിന്നി ടീമിന്റെ ഫാമിലി യൂണിയൻ വരുന്നു. ഇനിയുള്ള ഒരു 90 ദിവസം നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പോയാൽ നിങ്ങളുടെ തലവര മാറും. നിങ്ങളുടെ ജീവിതം മാറാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് വ്യക്തമായ തീരുമാനം എടുക്കണം. ഇന്ന് ശരിക്കും പറഞ്ഞൊരു 7-ാം തീയതി ആയിട്ടുള്ളൂ. ഇനിയുള്ള ദിവസങ്ങൾ ഇപ്പൊ കൺസിസ്റ്റൻസി ഓപ്പണ സമയമാണ്. പരമാവധി നിങ്ങളുടെ കമ്മിറ്റ്മെന്റ് ചെയ്യുക, നിങ്ങളുടെ ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഡെയിലി 3-4 പ്ലാൻ ഡിപ്പെൻഡ്സ് അപ്പോൺ നിങ്ങൾക്ക് എന്താവണം തീരുമാനിച്ചാൽ നിങ്ങൾക്ക് അതുപോലെ ഒരു പോസ്റ്റിൽ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ നമുക്ക് നവംബർ 22-ാം തീയതി കാണാം. എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. ഒരുപാട് ആരോഗ്യം, സമൃദ്ധിയും എന്താ പറയാ സമൃദ്ധമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. എന്തിനും ഏതിനും നമുക്ക് എല്ലാവർക്കും ഒരു കുടുംബത്തെ പോലെ ലാസ്റ്റ് ബ്രീത്ത് വരെ മുന്നോട്ട് പോവാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. വളരെ എനർജറ്റിക് ആയി. അന്ന് ഒരു ഫയർ തന്നെയായിരുന്നു. ശരിക്കും നമുക്കൊരു തീരുമാനം, ഇപ്പൊ പ്ലാൻ പ്രസന്റേഷൻ കേട്ടിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു സാറിന്റെ ഈ ഒരു വാക്കുകൾ, നിജു സാറിന്റെ ഈ വാക്കുകൾ ശരിക്കും അത് എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ള ഒരു തീരുമാനം അതിലേക്ക് എത്താൻ സാധിച്ചു. അപ്പോൾ നമ്മൾ എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ശരിയായി മനസ്സിലാക്കുക, ഈ സിസ്റ്റം പറയുന്നത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക. പ്രോഗ്രാംസ്, വീക്കിലി സിഇഒസ് എല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ട് നമ്മളെ ചാർജ് കളയാതിരിക്കാൻ വേണ്ടി നമ്മൾ വീക്കിലി സിഇഒസ് അറ്റൻഡ് ചെയ്യുക. അതുപോലെ എല്ലാ പ്രോഗ്രാംസും വിനീന്റെയും നമുക്ക് തരുന്ന, വെസ്റ്റീജ് നമുക്ക് തരുന്ന എല്ലാ പ്രോഗ്രാംസും അറ്റൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ നേട്ടങ്ങൾ ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുള്ള ഇപ്പൊ നിജു സാറിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലായി. വളരെ എനർജറ്റിക് ആയിട്ട് അദ്ദേഹം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്ന്, ഇനി ആരും ഇതൊന്നും പിന്മാറരുത്, ഇവിടെ ഉറച്ചു നിൽക്കുക, തീരുമാനം എടുക്കുക, ഇവിടെ ഉണ്ടാവും എന്നുള്ള തീരുമാനം എടുക്കുക. അതിനുവേണ്ടി നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങി വരിക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അതൊക്കെയാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നുള്ളത്. ഒരുപാട് സന്തോഷം. എനിക്ക് ഈ ഒരു അവസരം തന്ന വിന്നി ടീമിനും വിന്നി ടീം ലീഡേഴ്സിനോട് ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. വിഷ് യു വെൽ. ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സർ.